Praise the Lord. ദൈവത്തിന് സ്തോത്രം. The theme under which we are studying the Word of God these days is behind the screen. ഈ ദിവസങ്ങളിൽ നാം ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുന്നത് തിരശ്ശീലയ്ക്ക് പിന്നിൽ എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയാണല്ലോ. When scenes change in a drama, the screen, the curtain closes and reopens. ഒരു നാടകത്തിനിടയിൽ സീനുകൾ മാറുന്നതിനിടയിൽ അതിന്റെ തിരശ്ശീല അത് വന്നടയാറുണ്ടല്ലോ. And while a narrator is addressing the crowd, there are things happening behind the screen unknown to the audience. ഒരു വ്യക്തി ആ സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ തിരശ്ശീലയ്ക്ക് പിന്നിൽ സദസ്സ് അറിയാതെ പല കാര്യങ്ങൾ നടക്കുന്നു. So in that meaning, in real life itself, many things are taking place behind the screen. നമ്മുടെ നിത്യജീവിതത്തിലും ഇപ്രകാരം തിരശ്ശീലയ്ക്ക് പിന്നിൽ പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. Yesterday we saw how in the world things are happening behind the screen. ഇന്നലെ നാം ഈ ലോകത്തിൽ എപ്രകാരമാണ് തിരശ്ശീലയ്ക്ക് പിന്നിൽ കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളത് കണ്ടു. How many world leaders and world politicians are going after neo-paganism behind the screen. ഈ ലോകത്തിലുള്ള എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാരും മറ്റും തിരശ്ശീലയ്ക്ക് പിന്നിലുള്ള നിയോപഗനിസം എന്നുള്ള ഒരു പുതിയ മതത്തിന്റെ പിന്നാലെ പോകുന്നതിനെ കുറിച്ച് കണ്ടു. How many of them have known the truth and they have hidden the truth behind the screen. അവരിൽ എത്രയോ പേർ സത്യത്തെ അറിഞ്ഞിട്ട് സത്യത്തെ തിരശ്ശീലയ്ക്ക് പിന്നിൽ മറച്ചു വെക്കുന്നു. And because of that, God has sent a strong delusion so that they are believing a lie. അതുകൊണ്ട് അവർ ഒരു ഭോഷ്ക് വിശ്വസിക്കേണ്ടതിന് ഒരു വ്യാജത്തിന്റെ വ്യാപാര ശക്തി ദൈവം അവരുടെ മേൽ അയക്കുന്നു. So the old spirits that rule the ancient world have begun to revive once again. പുരാതന ലോകത്തെ ഭരിച്ചുകൊണ്ടിരുന്ന ദുരാത്മാക്കളെല്ലാം വീണ്ടും പുതുക്കം പ്രാപിക്കുവാൻ ആരംഭിച്ചിരിക്കുന്നു. Just like we, the Church of God, are waiting for a revival, there is a wrong black revival taking place in the world. നാം ദൈവസഭയാകുന്ന നാം ഒരു പുതുക്കത്തിന് ഉണർവിന് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ ലോകത്തിൽ ഒരു ഇരുണ്ട ഉണർവ് നടന്നുകൊണ്ടിരിക്കുന്നു. We saw yesterday how people have started to worship owls and hawks, birds that are called hateful and unclean birds in the Bible. നാം വേദപുസ്തകത്തിൽ അശുദ്ധ പക്ഷികൾ എന്ന് വിളിക്കപ്പെടുന്നതായ മൂങ്ങയും പരുന്തിനെയും ഒക്കെ വീണ്ടും ജനങ്ങൾ ആരാധിക്കുവാൻ തുടങ്ങുന്നതിനെ കുറിച്ച് ഇന്നലെ കണ്ടുവല്ലോ. Professing to be wise, they became fools and they changed the glory of God like unto a corruptible man, like four-footed beasts, like birds and creeping things. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢന്മാരായി പോയി അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ നാൽക്കാലികളോട് സദൃശ്യമാക്കി തീർത്തു. Yesterday we saw how they are worshipping birds. ഇന്നലെ നാം കണ്ടു അവർ എങ്ങനെയാണ് പക്ഷികളെ ആരാധിക്കുന്നതെന്ന്. In Netherlands there is a film festival. There's a film festival. നെതർലൻഡ്സിൽ ഒരു ഫിലിം ഫെസ്റ്റിവൽ ഉണ്ട്. And the best actors and actresses and directors are given an award. ഏറ്റവും നല്ല നടനും നടിക്കും സംവിധായകർക്കുമൊക്കെ അവാർഡുകൾ നൽകുന്നു. That picture there is the award. ആ പടത്തിൽ കാണുന്നതാണ് നൽകപ്പെടുന്നതായ അവാർഡ്. It's called the Golden Calf Award. അതിന് ഗോൾഡൻ കാഫ് അല്ലെങ്കിൽ സ്വർണ്ണ കാളക്കുട്ടി എന്നാണ് അവാർഡിന്റെ പേര്. Why that calf? Why a calf for award? Why golden calf? എന്തുകൊണ്ടാണ് സ്വർണ്ണ കാളക്കുട്ടിയെ അവാർഡായി നൽകുന്നത്? Can you see Egypt appearing again in the scene? നിങ്ങൾക്ക് ഒരിക്കൽ കൂടി മിസ്രയീം ചിത്രത്തിലേക്ക് കടന്നു വരുന്നത് കാണുവാൻ കഴിയുന്നുവോ? When people who are supposed to hold up the torch of truth withheld the truth from the common man, we see lies entering into society, into the planet Earth. സത്യത്തെ പൊതുജനത്തിന് വെളിപ്പെടുത്തി കൊടുക്കേണ്ടവർ സത്യത്തെ തടുത്തു നിർത്തുന്നത് കൊണ്ട് ഭോഷ്ക് പ്രവേശിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. Today we are going to see another an extension of what we've been seeing yesterday. ഇന്നലെ നാം കണ്ടതിന്റെ തുടർച്ചയായി ചില കാര്യങ്ങൾ നമുക്ക് ഇന്ന് ശ്രദ്ധിക്കാം. Turn to 2 Timothy chapter 3 and read verse 13. 2 തിമോത്തിയോസ് 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം വായിക്കാം. ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും. But evil men and seducers shall wax worse and worse, deceiving and being deceived. Praise the Lord. ദൈവത്തിന് സ്തോത്രം. If you read verse 1 of this chapter, it begins with in the last days. ഈ അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ അന്ത്യകാലത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. So it is
becoming more prominent. In the last days, evil men will wax worse and worse, deceiving and being deceived. അന്ത്യകാലത്ത് ദുഷ്ടമനുഷ്യർ വഞ്ചിക്കപ്പെട്ടുകൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും. So a group of wicked people are going to be very powerful, and they are going to manipulate laws and situations and events, and they are going to deceive the whole world. ഒരു കൂട്ടം ദുഷ്ടമനുഷ്യർ അവർ വളരെ ശക്തിയുള്ളവരായി മാറിയിട്ട് കാര്യങ്ങളും നിയമങ്ങളും പ്രമാണങ്ങളും എല്ലാം മാറ്റിമറിക്കുവാൻ പോകുന്നു. We all know about the 9/11 episode, about the twin towers being brought down. നമുക്കെല്ലാവർക്കും 9/11 നടന്നതായ ട്വിൻ ടവേഴ്സ് അല്ലെ ഇരട്ട ടവറുകളെ അതിനെ ഇടിച്ചു തകർത്ത അനുഭവങ്ങൾ നമുക്കറിയാമല്ലോ. It was called an act of terrorism. അത് ഒരു ഭീകര പ്രവർത്തനം എന്നാണ് അറിയപ്പെട്ടത്. People blamed the terrorists for doing it. അത് ഭീകരവാദികൾ തീവ്രവാദികളാണ് അത് ചെയ്തത് എന്ന് അവരുടെ മേൽ കുറ്റം ആരോപിച്ചിരുന്നു. Evidence is increasing to prove that it was not a terrorist act. എന്നാൽ അതൊരു ഭീകര പ്രവർത്തനമായിരുന്നില്ല എന്നുള്ളതിന് ഇന്ന് തെളിവുകൾ വർദ്ധിച്ചു വരികയാണ്. The attack on the twin towers has appeared in a card game many years before the twin towers was attacked. ആ ട്വിൻ ടവേഴ്സ് തകർക്കപ്പെടുന്നതിന് അനേക വർഷങ്ങൾക്ക് മുമ്പ് അതൊരു വീഡിയോ ഗെയിമിൽ കാർഡ് ഗെയിം ചീട്ട് കളിക്കുന്ന ഒരു ഗെയിമിൽ അത് വെളിപ്പെട്ട് വന്നിരുന്നു. In one card the twin towers was there and there was an explosion in it. അതില് ഒരു ചീട്ടില് ആ ട്വിൻ ടവേഴ്സ് ഉണ്ടായിരുന്നു, അല്ലെ ഇരട്ട ഗോപുരങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഒരു സ്ഫോടനം നടക്കുന്നു. A plane crashing into the twin towers was already flashed in a movie called The Lone Gunman in the year 1995, 6 years before the twin towers came down. 1995 ഈ ഇരട്ട ഗോപുരങ്ങൾ തകർന്നു വീഴുന്നതിനും 6 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിനിമയിൽ ദ ലോൺ ഗൺമാൻ എന്ന പേരുള്ള ഒരു സിനിമയിൽ ഇരട്ട ഗോപുരങ്ങളിൽ അത് തകരുന്നതായിട്ട് ചിത്രീകരിച്ചിരുന്നു. These are hints that are flashed in different places by people who are responsible for doing this. This was not a terrorist act. ഇത് ചെയ്തതിന് ഉത്തരവാദികളായ ചില മനുഷ്യർ ഇതൊരു ഭീകര പ്രവർത്തനമായിരുന്നില്ല എന്ന് കാണിക്കേണ്ടതിന് വിവിധ സ്ഥലങ്ങളിൽ വെളിപ്പെടുത്തിയതായ തെളിവുകളാകുന്നു ഇവയൊക്കെയും. Do you know when the twin towers came down, just next to the twin towers there was a 47-story building that also collapsed. It never came in one newspaper. ഇരട്ട ഗോപുരങ്ങൾ തകർന്നു വീണപ്പോൾ അതിന് തൊട്ടടുത്തുള്ള 47 നിലകളുള്ള ഒരു കെട്ടിടം കൂടി തകർന്നിരുന്നു. എന്നാൽ അതൊരിക്കലും പത്രമാധ്യമങ്ങളിൽ വന്നില്ല. Why did they hide that? എന്തുകൊണ്ടാണ് അവരത് മറച്ചു വെച്ചത്? Because it was small compared to the twin towers, is it? എന്തുകൊണ്ടെന്നാൽ അത് ആ ഇരട്ട ഗോപുരങ്ങളോട് താരതമ്യപ്പെടുത്തുമ്പോൾ ചെറുതായിരുന്നത് കൊണ്ടാണോ? Today the media is being controlled by people. ഇന്ന് ഈ പത്രമാധ്യമങ്ങളെല്ലാം മനുഷ്യരാൽ നിയന്ത്രിക്കപ്പെടുകയാണ്. Many lies are being presented to the common man to believe it, and many facts are being hidden. സാധാരണ മനുഷ്യരുടെ മുമ്പാകെ പല ഭോഷ്കുകൾ വെളിപ്പെടുത്തിക്കൊണ്ട് അവർ അത് വിശ്വസിക്കുമാർ സത്യത്തെ തടുത്തു നിർത്തുന്നു. Why are evil men doing these things? എന്തുകൊണ്ടാണ് ദുഷ്ടമനുഷ്യർ ഇവയൊക്കെയും ചെയ്യുന്നത്? There are many reasons, but there is one reason. അതിന് പല കാരണങ്ങളുണ്ട്, എന്നാൽ ഒരു കാരണം പറയാം. When you put the blame on terrorists for doing this, എന്നാൽ ഇത് ചെയ്യുന്നതിനുള്ള കുറ്റം തീവ്രവാദികളുടെ മേൽ ആരോപിക്കപ്പെടുമ്പോൾ it becomes an advantage for these men to tighten security amongst common people. ഇത് സാധാരണ മനുഷ്യരുടെ ഇടയിൽ അവരുടെ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കേണ്ടതിന് ഈ മനുഷ്യർക്ക് ഒരു കാരണം നൽകുകയാണ് ചെയ്യുന്നത്. So because of increasing so-called terrorist activity, now throughout the world ID cards are being distributed. ഇപ്രകാരം തീവ്രവാദ പ്രവർത്തനം എന്ന പേരുള്ള പ്രവർത്തികൾ ലോകത്തിൽ വർദ്ധിച്ചു വരുന്നത് കൊണ്ട് സുരക്ഷിതത്വത്തിനായി ലോകം മുഴുവനും തിരിച്ചറിയൽ കാർഡുകൾ നൽകപ്പെടുന്നു. Very soon we are all going to get ID cards. വളരെ പെട്ടെന്ന് നമുക്കും എല്ലാവർക്കും തിരിച്ചറിയൽ കാർഡുകൾ ലഭിക്കുവാൻ പോകുന്നു. But the ID cards are not just cardboard blocks of paper. എന്നാൽ ഈ തിരിച്ചറിയൽ കാർഡുകൾ എന്ന് പറയുന്നത് വെറും പേപ്പർ കഷ്ണങ്ങൾ കൊണ്ട് കാർഡ്ബോർഡ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒന്നല്ല. If you look at the chart behind you, നിങ്ങളുടെ പുറകിലുള്ള ചാർട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ, just like you have a golden
object on the SIM card in your cell phone, there is a golden object here in the ID card called the RFID. നിങ്ങളുടെ സെൽഫോണിന്റെ സിം കാർഡിൽ കാണപ്പെടുന്ന സ്വർണ്ണ നിറത്തിലുള്ള ഒരു ഭാഗം പോലെ ഈ തിരിച്ചറിയൽ കാർഡിലും RFID എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വർണ്ണ നിറത്തിലുള്ള ഒരു ഭാഗമുണ്ട്. So these ID cards are going to be issued to every human being in the name of security. If you have these cards, you are safe. No one can grab your money, no one can kidnap you, terrorists can't wander about freely, they can easily be identified. ഇങ്ങനെയുള്ള കാർഡുകൾ സുരക്ഷിതത്വത്തിന്റെ പേരിൽ നിങ്ങൾക്ക് നൽകുന്നു. അവർ പറയുന്നത് ഇത് നൽകിയാൽ നിങ്ങൾ സുരക്ഷിതരാണ്, നിങ്ങളെ ആരും തട്ടിക്കൊണ്ടു പോകുകയില്ല, തീവ്രവാദികൾക്ക് സാധാരണഗതിയിൽ ഒന്നും പുറത്തിറങ്ങി നടക്കുവാൻ കഴിയുകയില്ല, your money will be safe. നിങ്ങളുടെ പണം സുരക്ഷിതമായിരിക്കും. അപ്രകാരമെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഇത് നൽകുന്നത്. 2 years ago, 2 വർഷങ്ങൾക്ക് മുമ്പ് I was traveling by train to Calcutta. ഞാൻ കൽക്കട്ടയിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്തു പോകുകയായിരുന്നു. 2 policemen were traveling with us from Chennai. ചെന്നൈയിൽ നിന്ന് 2 പോലീസുകാർ ഞങ്ങളോടൊപ്പം യാത്ര ചെയ്തിരുന്നു. So we asked, why are you traveling? ഞങ്ങൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നത്? They said there was a theft in Chennai. അവർ പറയുകയാണ്, ചെന്നൈയിൽ ഒരു മോഷണം നടന്നു. A jewelry shop owner's cupboard was broken and jewels were taken worth many lakhs, and the thief was a cook in the house from North India. He's escaped. We are going to get him. ഒരു സ്വർണ്ണ കടക്കാരന്റെ അതിന്റെ മുതലാളിയുടെ അതിന്റെ സേഫ് തുറന്നിട്ട് സ്വർണവും ലക്ഷക്കണക്കിന് രൂപയും മോഷ്ടിച്ചു കൊണ്ടുപോയി. അത് മോഷ്ടിച്ചത് ആ ഉടമസ്ഥന്റെ ഭവനത്തിൽ ഒരു കുക്കായി അല്ലെങ്കിൽ പാചകക്കാരനായിട്ട് ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ്. താൻ വടക്കേന്ത്യയിൽ നിന്നുള്ളവനായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ തന്നെ അന്വേഷിച്ച് പോകുകയാണ്. So the beautiful thing about this is, the cook was working in that house. They didn't know where he came from, which part of North India he was in. They had no address, nothing. So it was easy for him to grab the jewels and escape. ഇതിലുള്ള ഒരു പ്രത്യേക കാര്യം എന്നുള്ളത്, പല നാളുകളായി പാചകക്കാരൻ തന്റെ ഭവനത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നെങ്കിൽ തന്നെയും തന്റെ യഥാർത്ഥ അഡ്രസ്സോ താൻ ഏത് ഭാഗത്ത് നിന്നുള്ളവനാണോ എന്നുള്ളതൊന്നും ഇവർക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തനിക്ക് ഇതെല്ലാം മോഷ്ടിച്ചെടുത്തുകൊണ്ട് വളരെ എളുപ്പത്തിൽ രക്ഷപ്പെടുവാൻ കഴിഞ്ഞു. So we asked him, then how do you know where to go and get him? You can't search all of North India. ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് വടക്കേന്ത്യ മുഴുവൻ പോയി പരിശോധിക്കുവാൻ കഴിയുകയില്ലല്ലോ, എപ്രകാരമാണ് നിങ്ങൾ പോയി അവരെ പിടിക്കുവാൻ പോകുന്നത്? So they said, we know where he is. അവർ പറഞ്ഞു, താൻ എവിടെയാണെന്ന് ഞങ്ങൾക്കറിയാം. How do you know? എങ്ങനെ അറിയാം? We can catch him through his cell phone. തന്റെ സെൽഫോൺ വെച്ച് ഞങ്ങൾക്ക് തന്നെ പിടിക്കാം. So his cell phone will tell us where he is. താൻ എവിടെയാണ് ഉള്ളത് എന്ന് തന്റെ സെൽഫോൺ ഞങ്ങൾക്ക് പറഞ്ഞു തരും. And there is an office in Egmore where they can trace where he is, and we have already traced him. We know in which village he is. We are going to get him. എഗ്മോറിൽ അതിനൊരു ഓഫീസുണ്ട്. എവിടെയാണ് ഉള്ളത് താൻ ഉള്ളത് എന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. താൻ ഇരിക്കുന്ന ആ ഗ്രാമത്തിൽ പോയി തന്നെ ഞങ്ങൾ പിടിക്കും. So in the name of being safe, we are getting ID cards, but we are going to lose our privacy. സുരക്ഷിതത്വത്തിന്റെ പേരിൽ നമുക്ക് തിരിച്ചറിയൽ കാർഡുകൾ നൽകപ്പെടുവാൻ പോകുന്നു. പക്ഷേ നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുവാൻ പോകുകയാണ്. The picture that you see at the back, an eye within a triangle. നാം പുറകിൽ കാണുന്ന പടത്തില് ഒരു ട്രയാങ്കിളിന്റെ ഉള്ളിൽ ഒരു കണ്ണ് കാണുവാൻ കഴിയുന്നു. It is called the all-seeing eye of Horus. അത് ഹോറസിന്റെ സകലവും ദർശിക്കുന്ന കണ്ണ് എന്നാണ് പേര്. It's an eye that can see everything. അത് സകലവും കാണുവാൻ കഴിയുന്ന ഒരു ഒരു കണ്ണാണ്. But the devil is not omnipresent. എന്നാൽ പിശാച് സർവ്വവ്യാപിയല്ല. So the Bible says he goes from place to place. വേദപുസ്തകം പറയുന്നത് അവൻ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ഊടാടി സഞ്ചരിക്കുന്നു എന്ന്. In the book of Job, God asked Satan, whence comest thou? He says, from going to and fro, up and down. So he has to go to and fro, up and down. ഇയ്യോബിന്റെ പുസ്തകത്തിൽ ദൈവം പിശാചിനോട് ചോദിക്കുകയാണ്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഭൂതലത്തിൽ എല്ലായിടവും ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് പറയുകയാണ്. So how can the devil see everything? എങ്ങനെയാണ് പിശാചിന് സകലവും കാണുവാൻ കഴിയുക? He's going to see everything electronically. താൻ എല്ലാം ഇലക്ട്രോണിക് മാധ്യമങ്ങൾ മുഖാന്തരം കാണുവാൻ പോകുകയാണ്. So in the world you're going to see ID cards and scanning machines and cameras all over the place. ഇന്ന് ലോകത്തിൽ എല്ലായിടത്തും സ്കാൻ ചെയ്യുന്ന മെഷീനുകളും ID കാർഡുകളും ക്യാമറകളും എല്ലാം നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നു. In US, in some markets,
you have RFID not just in ID cards and in cell phones. You have RFID in bags, in shirts, in shaving blades, even in commodes that you use for the toilets. അമേരിക്കയിൽ ചില മാർക്കറ്റുകൾ, ചില ചന്തകളിൽ സെൽഫോണുകൾക്ക് മാത്രമല്ല RFID ഉള്ളത്, ഷർട്ടുകൾക്കും ബാഗുകൾക്കും അവിടെയുള്ള ടോയ്ലറ്റിൽ പോകുവാൻ ഉപയോഗിക്കുന്ന കാർഡുകൾക്ക് പോലും, ഷേവിംഗ് ബ്ലേഡുകൾക്കും എല്ലാത്തിനും അവർക്ക് RFID ഉണ്ട്. So people buying it can be very easily traced. അത് വാങ്ങുന്ന ഓരോരുത്തരെയും വളരെ പെട്ടെന്ന് പിന്തുടർന്ന് പിടിക്കുവാൻ കഴിയും. If you turn to Luke chapter 21 and read verse 35. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 35-ാം വാക്യം വായിക്കുമ്പോൾ, this verse says that this day or the tribulation period is going to come upon the world like a snare. പീഡാകാലം എന്നുള്ളത് ഒരു കെണി പോലെ ലോകത്തിൽ വരുവാൻ പോകുന്നു എന്ന് പറയുന്നു. Read that verse please. ആ വാക്യം വായിക്കാം. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് സർവ്വഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. For as a snare shall it come on all them that dwell on the face of the whole earth. So it's going to come like a snare. അതൊരു കെണി പോലെ വരുവാൻ പോകുന്നു. So in the name of security and safety, every human being is going to fall into a trap. സുരക്ഷിതത്വത്തിന്റെ പേരിൽ സകല മനുഷ്യരും ഒരു കെണിയിൽ പെടുവാൻ പോകുന്നു. Now it's not just a card which you're going to put into your pocket. നിങ്ങളുടെ പോക്കറ്റിൽ നിങ്ങൾ നിക്ഷേപിക്കുവാൻ പോകുന്ന വെറും ഒരു കാർഡ് അല്ലാതെ, not even is it going to be a biochip which you insert into your hand or into your forehead. നിങ്ങളുടെ നെറ്റിയിലോ നിങ്ങളുടെ കയ്യിലോ നിങ്ങൾ നിക്ഷേപിക്കുവാൻ പോകുന്ന ഒരു ബയോചിപ്പും അല്ല അത്. It's going to be a mark of the beast of the Antichrist, which when you put into you, you will become a child of Satan. You will get demon possessed. അത് എതിർ ക്രിസ്തുവിന്റെയും പിശാചിന്റെ അല്ലെ മൃഗത്തിന്റെയും ഒരു മുദ്രയാണ്. അത് നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ സ്വീകരിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ഒരു ദുരാത്മാവിനാൽ ബാധിക്കപ്പെടും. So those who take this are accepting the Antichrist as their savior or as their God, and they will bow before him. ഇത് സ്വീകരിക്കുന്ന ഓരോരുത്തരും എതിർ ക്രിസ്തുവിനെ അവരുടെ രക്ഷിതാവായി ദൈവമായി സ്വീകരിക്കുകയും അവന്റെ മുമ്പാകെ തലകളെ വണക്കുകയും ചെയ്യും. So it's not simply a matter of your money is going to go away from you and your property is going to go away from you. The point is your soul is going to go away from you. നിങ്ങളുടെ പണമോ നിങ്ങളുടെ വസ്തുവകകളോ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതല്ല വിഷയം. നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുവാൻ പോകുന്നു. And there are some evil men who are the chosen ones of Satan, who are cooperating with Satan, and they are preparing this snare for the whole earth. പിശാചിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട് പിശാചിനോട് സഹകരിച്ചു കൊണ്ടിരിക്കുന്നതായ ഈ കെണി ഒരുക്കിക്കൊണ്ടിരിക്കുന്നതായ ചില ദുഷ്ട മനുഷ്യരുണ്ട്. That's why we have to be very careful and understand what times we are living in. അതുകൊണ്ടാണ് നാം വളരെ ശ്രദ്ധയുള്ളവരായി നാം എങ്ങനെയുള്ള കാലത്തിലാണ് ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. Jesus said in the last days people will be eating and drinking and planting and building and marrying and giving in marriage. യേശു പറയുകയുണ്ടായി, അവസാന കാലത്ത് മനുഷ്യർ തിന്നുകയും കുടിക്കുകയും വിവാഹത്തിന് കൊടുക്കുകയും വിവാഹത്തിന് എടുക്കുകയും പണിയുകയും ഇടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമെന്ന്. If Jesus said in the last days people will be killing and stealing and lying and fornicating, that's understandable. അവസാന കാലത്ത് മനുഷ്യർ കൊല്ലുകയും വ്യഭിചാരം ചെയ്യുകയും പാപം ചെയ്യുകയും മോഷ്ടിക്കുകയും ഒക്കെ ചെയ്യും എന്ന് യേശു പറയുകയായിരുന്നെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. Jesus said in the last days people will eat and drink. I ask you, was there any period where people didn't eat and drink? യേശു പറഞ്ഞു അവസാന കാലത്ത് മനുഷ്യർ തിന്നുകയും കുടിക്കുകയും ചെയ്യുമെന്ന്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, മനുഷ്യർ തിന്നുകയും കുടിക്കുകയും ചെയ്യാതിരുന്ന ഏതെങ്കിലും ഒരു കാലമുണ്ടോ? Why is Jesus saying that in the last days they will be eating and drinking? എന്തുകൊണ്ടാണ് അവസാന നാളുകളിൽ തിന്നുകയും കുടിക്കുകയും ചെയ്യുമെന്ന് യേശു പറഞ്ഞത്? It's not the eating and drinking that is wrong. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന അത് തെറ്റല്ല. In the last days when the trap is being laid for human beings, when children of God are to understand they have to escape and get ready, their minds are focused not on escaping but on eating and drinking and marrying and giving in marriage and buying and selling, on the mundane things of life. അവസാന നാളുകളിൽ ദൈവമക്കളെ പിടിക്കേണ്ടതിന് ഈ കെണി ഒരുക്കിയിട്ട് ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മനസ്സ് ഇതിൽ നിന്ന് എപ്രകാരം രക്ഷപ്പെടും എന്നുള്ളതിനേക്കാൾ ഉപരിയായി തിന്നുകയും കുടിക്കുകയും വിവാഹത്തിന് കൊടുക്കുകയും കെട്ടിടം പണിയുകയും ഒക്കെ ചെയ്യുന്ന ഇപ്രകാരമുള്ള ഭൗതിക കാര്യങ്ങളിലായിരിക്കും അവരുടെ മനസ്സുടക്കി
മനസ്സിലാക്കി കിടക്കുന്നത്. In Noah's days when they were warned, in Lot's days when they were warned, judgment is coming. People did not have a mind to realize and wake up. They continued with their worldly ways. നോഹയുടെ കാലത്തും ലോത്തിന്റെ കാലത്തും ന്യായവിധി വരുന്നു എന്ന് പറഞ്ഞ് ജനത്തിന് മുന്നറിയിപ്പ് കൊടുത്തപ്പോഴേക്ക് അവർ ഉണർന്നത് മനസ്സിലാക്കുവാൻ അവർ അതിന് താല്പര്യമില്ലാത്തവരായി പോയി. In these days also the Bible says it will be the same. People will listen to sermons and get information about the coming of the Lord into their heads, but they will not get ready. അവസാന നാളുകളിലും വേദപുസ്തകം പറയുന്നത് ഇപ്രകാരം തന്നെ സംഭവിക്കുമെന്നാണ്. മനുഷ്യർ പല കൂട്ടങ്ങളിലും പ്രസംഗങ്ങളും ഒക്കെ കേട്ടുകൊണ്ട് കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള അറിവ് അവരുടെ ബുദ്ധിയിൽ സമ്പാദിക്കും, പക്ഷെ വരവിനായിട്ട് ഒരുങ്ങുകയില്ല. That's called a spiritual sleep that has overcome the children of God. അതാണ് ദൈവമക്കളെ കീഴ്പ്പെടുത്തി കളഞ്ഞിരിക്കുന്ന ആത്മീക ഉറക്കം എന്നറിയപ്പെടുന്നത്. It is understandable when people in the world sleep because they don't know about the snare, but the mystery of iniquity has entered into the minds of children of God and put us to sleep. We listen to it but don't wake up. ലോകത്തിലുള്ള മനുഷ്യർ ഇതൊന്നും അറിയാത്തത് കൊണ്ട് അവർ ഉറങ്ങുന്നു എന്ന് പറഞ്ഞാലും അതിൽ അത്ഭുതകരമായി ഒന്നുമില്ല. എന്നാൽ അധർമ്മത്തിന്റെ മർമ്മം ദൈവമക്കളുടെ ഉള്ളിലേക്ക് വ്യാപരിച്ചിട്ട് ഇതൊക്കെയും കേട്ടതിന് ശേഷവും ദൈവമക്കൾ ഉണരാതിരിക്കുകയാണ്. My wish and my prayer is that all of us through what is being heard today might wake up to understand what is going on behind the screen. എന്റെ ആഗ്രഹം പ്രാർത്ഥനയും ഈ നാളുകളിൽ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദൈവവചന നിമിത്തമായി തിരശ്ശീലയ്ക്ക് പിന്നിൽ നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉണരുന്നവരായി തീരണം. Let's turn now to Judges chapter 18. ന്യായാധിപന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ and read verse 7. 7-ാം വാക്യം വായിക്കും. അങ്ങനെ ആ 5 പുരുഷന്മാരും പുറപ്പെട്ട് ലയീഷിലേക്ക് ചെന്നു. അവിടുത്തെ ജനം സീദോന്യരെ പോലെ സ്വൈര്യവും സ്വസ്ഥതയും ഉള്ളവരായി നിർഭയം വസിക്കുന്നു. യാതൊരു കാര്യത്തിലും അവർക്ക് ദോഷം ചെയ്യുവാൻ പ്രാപ്തിയുള്ളവൻ ദേശത്ത് ആരുമില്ല. അവർ സീദോന്യർക്ക് അകലെ പാർക്കുന്നു. മറ്റുള്ള മനുഷ്യരുമായി അവർക്ക് സംസർഗവുമില്ല എന്ന് കണ്ടു. Then the 5 men departed and came to Laish and saw the people that were therein, how they dwelt careless after the manner of the Sidonians, quiet and secure, and there was no magistrate in the land that might put them to shame in anything, and they were far from the Sidonians and had no business with any man. Praise the Lord. ദൈവത്തിന് സ്തോത്രം. Look at what is written here about the city of Laish. ലൈഷ് എന്ന പേരുള്ള പട്ടണത്തെക്കുറിച്ച് ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. They lived carelessly. അവർ നിർഭയമായി വസിച്ചു. And the land was very good. ദേശം വളരെ നല്ലതായിരുന്നു. You read that in verse 9. The land was very good. 9-ാം വാക്യത്തിൽ ദേശം ബഹുവിശേഷം എന്ന് നാം കാണുന്നു. And then in the next verse, verse 10, it is a large land. 10-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അത് വിശാലമായ ദേശം എന്ന് കാണുന്നു. And in the same verse, there is no want of anything that is in the earth. Everything that you want in the earth is there. അവിടെ ഭൂമിയിലുള്ള യാതൊന്നിനും കുറവില്ല എന്ന് എഴുതിയിരിക്കുന്നത്. അതായത് ഭൂമിയിലുള്ളതെല്ലാം അവിടെ ലഭിക്കുമായിരുന്നു. But in that chapter we see how the people there were killed and burnt. The city was burnt. എന്നാൽ ആ അധ്യായത്തിൽ തുടർന്ന് നാം വായിക്കുമ്പോൾ അവിടെയുള്ള മനുഷ്യരെല്ലാവരും എപ്രകാരം കൊല്ലപ്പെട്ട് ആ പട്ടണം തീയാൽ എരിക്കപ്പെടുന്നു എന്ന് നാം കാണുന്നു. Do you know of any city in this world like this? ലോകത്തിൽ ഇപ്രകാരമുള്ള ഏതെങ്കിലും ഒരു പട്ടണത്തെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? Any place that people call very good? വളരെ നല്ലത് അല്ലെ ബഹുവിശേഷം എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സ്ഥലം? Any place that is a large country? ഒരു വളരെ വിശാലമായ ദേശം? Any place where everything is available? സകലവും ലഭിക്കുന്ന ഒരു ദേശം? Any place where people are dwelling carelessly? എവിടെയെങ്കിലും ജനം ശ്രദ്ധയില്ലാതെ നിർഭയമായി വസിക്കുന്ന സ്ഥലം? There are many countries like that all over the world. In fact, the whole world is becoming like that. ലോകത്തിൽ അനേക രാജ്യങ്ങൾ അപ്രകാരമുണ്ട്. വാസ്തവത്തിൽ ഇന്ന് മുഴു ലോകവും അപ്രകാരമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. Because everyone is so careless, they only going after pleasure and money and property and houses and lands. It's becoming very easy. Now the earth is going to get burnt up, invaded by the enemy and burnt up. ഇന്ന് സകല മനുഷ്യരും നിർഭയരായിരിക്കുന്നത് കൊണ്ട് അവർക്ക് പണത്തെക്കുറിച്ചും വസ്തുവകകളെക്കുറിച്ചും അവയൊക്കെ സമ്പാദിക്കുന്നതിനെ കുറിച്ചും മാത്രമേ ചിന്തയുള്ളൂ. അതുകൊണ്ട് ശത്രുവിന് ആ പട്ടണം അന്ന് കത്തിപ്പോയതുപോലെ ഈ ഭൂമിയെ കീഴടക്കി അത് തീയാൽ എരിച്ചു കളയുവാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. Compared to the rest of the world, I think India is very safe. ഞാൻ ചിന്തിക്കുന്നത് മറ്റുള്ള ലോകത്തിലുള്ള മറ്റു രാജ്യങ്ങളെക്കാൾ നമ്മുടെ ഇന്ത്യ വളരെ സുരക്ഷിതമാണെന്നാണ്. So if
you are going to move from India to another country where people are dwelling carelessly, where everything is available, pray 10 times before you make your decision. അതുകൊണ്ട് നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് മറ്റ് ഏതെങ്കിലും ഒരു ദേശത്തേക്ക് സകലതും എല്ലാം ലഭിക്കുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ഒരു ദേശത്തേക്ക് നിങ്ങൾ പോകുന്നുവെങ്കിൽ നിങ്ങൾ പോകുന്നതിന് മുമ്പ് 10 പ്രാവശ്യം ചിന്തിച്ചിട്ടേ പോകാവൂ. Because this so-called availability of money and possessions and goods and electronic items and jobs is only something that people see before the screen. We must know what's going on behind. എന്നാൽ ഇപ്രകാരമുള്ള പണവും വസ്തുവകകളും ജോലികളും ഇലക്ട്രോണിക് സാധനങ്ങളുടെയും ഒക്കെ ലഭ്യത ഇതൊക്കെ തിരശ്ശീലയ്ക്ക് മുമ്പിലുള്ള ഒന്നാണ്. ഈ തിരശ്ശീലയ്ക്ക് പിന്നിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം. If you turn to Judges chapter 2 and read verse 31. Daniel chapter 2 and verse 31. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 31-ാം വാക്യം വായിക്കുമ്പോൾ, രാജാവ് കണ്ട ദർശനമോ വലിയൊരു ബിംബം, വലിപ്പമേറിയതും വിശേഷ ശോഭയുള്ളതുമായ ആ ബിംബം തിരുമുൻപിൽ നിന്നു. അതിന്റെ രൂപം ഭയങ്കരമായിരുന്നു. Thou, O king, sawest and behold a great image. This great image, whose brightness was excellent, stood before thee, and the form thereof was terrible. This is the representation of the dream that this king Nebuchadnezzar saw, the verse that you just read. ഇപ്പോൾ നാം വായിച്ചു കേട്ട വാക്യത്തിൽ നെബൂഖദ്നേസർ രാജാവ് കണ്ടതായ ആ സ്വപ്നത്തിന്റെ ഒരു ചിത്രീകരണമാണിത്. There are 2 things mentioned about this image in that verse. ഈ ബിംബത്തെക്കുറിച്ച് ആ വാക്യത്തിൽ 2 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. On one side it's excellent, it's bright and excellent. ഒരു ഭാഗത്ത് അത് ശോഭയുള്ളതും വിശേഷവുമായിരുന്നു. On the other side it's terrible. അതിന്റെ മറുഭാഗത്ത് അത് ഭയങ്കരമായിരുന്നു. They are like opposite things. It's normally beautiful things are not terrible and terrible things that are not beautiful. But here you see it's excellent and beautiful. അത് രണ്ടും എതിരായിട്ടുള്ള കാര്യങ്ങളാണ്. സ്വാഭാവികമായി മനോഹരമായ വസ്തുക്കളൊന്നും ഭയങ്കരമായിരിക്കുകയില്ല, ഭയങ്കരമായ വസ്തുക്കളൊന്നും മനോഹരവുമായിരിക്കുകയില്ല. പക്ഷേ ഇവിടെ നാം വായിക്കുമ്പോൾ ഇത് രണ്ടും ഒന്ന് ചേർന്ന് വരുന്നു. This statue represents the kingdoms of this world. ഈ ബിംബം ഈ ലോകത്തിന്റെ സാമ്രാജ്യങ്ങളെ കാണിക്കുന്നു. People are seeing only one side of it, the excellence of it, but not the terribleness of it. മനുഷ്യർ കാണുന്നത് ഇതിന്റെ ആ വിശേഷത മാത്രമേ ഉള്ളൂ, അതിന്റെ ഭയങ്കരത്വം കാണുന്നില്ല. Behind the kingdoms of this world are the chosen ones of Satan, people, terrible people, evil men deceiving the world. ഈ ലോകത്തിന്റെ സാമ്രാജ്യങ്ങളുടെ പിന്നിൽ പിശാചിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ദുഷ്ട മനുഷ്യരാണ്. അവർ ഭയങ്കരന്മാരായി ലോകത്തെ വഞ്ചിക്കുന്നവരായി കാണപ്പെടുന്നു. Now you look at that this symbol here. ഇവിടെയുള്ള ഈ ചിഹ്നം നിങ്ങൾ നോക്കിയാൽ that hand. ഒരു കരം അവിടെ കാണുവാൻ കഴിയുന്നു. What does that symbol show? എന്താണ് ആ കരം കാണിക്കുന്നത്? It's called the OK sign. It's a representation of excellence, of appreciation and so on. അത് ഓക്കെ എന്ന് കാണിക്കുന്നതായ ഒരു ചിഹ്നമാണ്. മറ്റുള്ളവരെ അഭിനന്ദിക്കുന്ന അല്ലെങ്കിൽ സമ്മതം മൂളുന്ന ഓക്കെ എന്ന് പറയുന്നതായ ഒരു ചിഹ്നം. We all use that. നമ്മളെല്ലാം അപ്രകാരം കാണിക്കുന്നു. Very nice, very good, excellent. That's what it means. വളരെ നല്ലത്, ഏറ്റവും വിശേഷമായത് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. So before the screen it's excellence. സ്ക്രീനിന്റെ മുമ്പിൽ അല്ല, തിരശ്ശീലയ്ക്ക് മുമ്പിൽ അതെല്ലാം വിശേഷമായതായിരിക്കുന്നു. But many celebrities, popular people, pop stars and actors, actresses, politicians, they are using this symbol. ഇന്ന് ലോകത്തിലുള്ള പല പോപ്പ് സ്റ്റാറുകളും മറ്റ് നടന്മാരും നടിമാരും ഒക്കെ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വളരെ പോപ്പുലർ ആയിട്ടുള്ള എല്ലാവരും ഈ ചിഹ്നം ഉപയോഗിക്കുന്നു. Even some sports stars. ചില സ്പോർട്സ് താരങ്ങളും ഇത് ഉപയോഗിക്കുന്നുണ്ട്. You know why? എന്തുകൊണ്ടെന്നറിയാമോ? Because there is another meaning behind the screen. അതിന് പിന്നിൽ, തിരശ്ശീലയ്ക്ക് പിന്നിൽ മറ്റൊരർത്ഥം കൂടിയുണ്ട് അതിന്. If you look into that picture, നിങ്ങൾ ആ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ can you see 6 hidden there? ഇവിടെ 6 എന്ന് മറഞ്ഞിരിക്കുന്നത് കാണുവാൻ കഴിയുന്നുവോ? So in front it's excellence, but secretly behind it is 666. മുമ്പിൽ അത് ഏറ്റവും വിശേഷതയുള്ളത് എന്നാണ്, എന്നാൽ പുറകിൽ അത് 666 എന്നാണ്. So evil men are presenting an excellence before, which everybody wants, which everybody likes, but behind the screen there is death, there is danger, there is terror. ദുഷ്ട മനുഷ്യർ അതുകൊണ്ട് തിരശ്ശീലയ്ക്ക് മുമ്പിൽ ഏറ്റവും വിശേഷമായതായി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആഗ്രഹിക്കത്തക്കതായ ചില കാര്യങ്ങൾ കാണിക്കുന്നു. എന്നാൽ തിരശ്ശീലയ്ക്ക് പിന്നിലോ
മരണമാണ്. So part of their agenda is to keep everybody entertained with sports and movies and the internet and so many things. And while they are engaged, while everybody is happy with those things, behind they are preparing the trap that they want the world to get into. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സകല മനുഷ്യരെയും സിനിമയും സിവിയും സ്പോർട്സും മറ്റെല്ലാ കാര്യങ്ങളും കൊണ്ട് അവരെ സന്തോഷത്തിലാക്കുക. എന്നാൽ അതിന് പിറകിൽ, ആ തിരശ്ശീലയ്ക്ക് പിറകിൽ അവർ ഒരു കെണി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. In Western magic there is a tree that is sacred to the magicians. It's called the holly tree. പാശ്ചാത്യ മന്ത്രവാദത്തില് അവിടെയുള്ള മന്ത്രവാദികൾക്ക് വളരെ പ്രധാനപ്പെട്ടതായ ഒരു മരമുണ്ട്. വിശുദ്ധ മരം എന്നാണ് അവരതിനെ വിളിക്കുന്നത്. Holly HOLLY. Holly maram. Holy maram എന്നാണ് അതിന്റെ പേര്. So it's the name of the tree is holly, not holy, holly tree. മരത്തിന്റെ പേര് holy maram എന്നാണ് അതിന്റെ പേര്. So for using the wood of that holly tree, the magicians make their magic wands. holy മരത്തിന്റെ അതിന്റെ തടി ഉപയോഗിച്ച് അതിൽ മന്ത്രവാദികൾ അവരുടെ മന്ത്രം ഒരു പ്രാവശ്യം ചെയ്യുന്നു. Magic wands, magic stick, they have a magic stick. അവരുടെ മന്ത്രവാദത്തിന്റെ വടികൾ അവർ അതുകൊണ്ട് ഉണ്ടാക്കുന്നു. So by waving those magic wands, they can cast spells on people and influence them. ഈ മന്ത്രവാദത്തിന്റെ വടി ഇങ്ങനെ വീശിക്കൊണ്ട് അവർക്ക് മനുഷ്യരെ അവരുടെ സ്വാധീനത്തിലാക്കുവാൻ കഴിയുന്നു. So it's that wand is made of this holly tree. ആ മന്ത്രവാദ വടി ഉണ്ടാക്കുന്നത് ഈ ഹോളി മരത്തിന്റെ തടി കൊണ്ടാണ്. Now if you look at the chief film industry in America, it's called Hollywood. അമേരിക്കയിലെ സിനിമകൾ നിർമ്മിക്കുന്നതായ അതിന്റെ വ്യവസായത്തിന്റെ പേര് ഹോളിവുഡ് എന്നാണ്. Why is it called Hollywood? എന്തുകൊണ്ടാണ് അത് ഹോളിവുഡ് എന്നറിയപ്പെടുന്നത്? Is it a coincidence or is it deliberately named like that? അത് യാദൃച്ഛികം അങ്ങനെ സംഭവിച്ചതാണോ അതോ മനഃപൂർവ്വമായി സംഭവിച്ചതാണോ? It is called Hollywood because the makers, the owners of Hollywood are all evil men. ഹോളിവുഡ് അല്ലെങ്കിൽ ഹോളി മരം എന്നാണ് അത് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടെന്നാൽ അതിന്റെ നിർമ്മാതാക്കൾ എല്ലാവരും ദുഷ്ടമനുഷ്യരാകുന്നു. Before the screen, for everybody to see, there is entertainment and fun. സ്ക്രീനിന്റെ തിരശ്ശീലയ്ക്ക് മുമ്പിൽ എല്ലാവർക്കും കാണേണ്ടതിന് ആസ്വാദികരമായ ആനന്ദകരമായ കാര്യങ്ങളാണ് കാണപ്പെടുന്നത്. Behind the screen, you know what they are saying? Just like the magicians use their wands to control people, we are using the movies as our magic wands to control the public, and that's our Hollywood. എന്നാൽ തിരശ്ശീലയ്ക്ക് പിന്നിൽ അവർ പറയുന്നത് എന്താണെന്ന് അറിയാമോ? മന്ത്രവാദികൾ അവരുടെ മന്ത്രവാദ വടി ഉപയോഗിച്ച് മനുഷ്യരെ അവരുടെ നിയന്ത്രണത്തിലാക്കുന്നത് പോലെ തിരശ്ശീലയ്ക്ക് മുമ്പിൽ സിനിമകൾ ഉപയോഗിച്ചുകൊണ്ട് സകല മനുഷ്യരുടെയും ഞങ്ങളുടെ ഉദ്ദേശത്തിനൊത്തവണ്ണം അവർ നിയന്ത്രണത്തിലാക്കുന്നു എന്ന് ഈ സിനിമയുടെ നിർമ്മാതാക്കൾ പറയുകയാണ്. That's why they've called it Hollywood. അതുകൊണ്ടാണ് ഹോളിവുഡ് അല്ലെങ്കിൽ ഹോളി മരം എന്ന പേരിൽ അത് അറിയപ്പെടുന്നത്. That's why in the verse that we just read, അതുകൊണ്ടാണ് നാം ഇപ്പോൾ വായിച്ച വാക്യത്തിൽ കണ്ടത്, evil men shall wax worse and worse and deceiving and at the same time being deceived. അതുകൊണ്ടാണ് നാം നേരത്തെ വായിച്ച വാക്യത്തിൽ കണ്ടത്, ദുഷ്ട മനുഷ്യർ അവസാന കാലത്ത് വഞ്ചിച്ചും കൊണ്ട് അവർ ദോഷപ്രവൃത്തിയിൽ മുതിർന്നു വരുമെന്ന്. Movies these days are having a heavy influence on the common people. ഇന്ന് സാധാരണ മനുഷ്യരുടെ മേൽ സിനിമകൾക്ക് ഒരു വലിയ സ്വാധീനമുണ്ട്. Philosophies are being preached. It's a religion, these movies. ഈ സിനിമകളിൽ പല തത്വജ്ഞാനങ്ങളും അവതരിപ്പിക്കപ്പെടുന്ന അതൊരു മതമായി ഇന്നത് പടരുകയാണ്. Through the dialogues in the movies, സിനിമയിലുള്ള സംഭാഷണങ്ങളിലൂടെ, through the songs in the movies, സിനിമയിലുള്ള പാട്ടുകളിലൂടെ, through the pictures and the scenes and the symbols presented in the movies, സിനിമയിൽ അവതരിപ്പിക്കുന്ന ചിഹ്നങ്ങളിലൂടെയും ചിത്രങ്ങളിലൂടെയും ഒക്കെ these evil men are doing a subtle brainwashing programs and subtly preaching to the common people, so everybody has started speaking the same way. ഈ ദുഷ്ട മനുഷ്യർ ഒരു വിധത്തിലുള്ള ബ്രെയിൻ വാഷിംഗ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരിത് സാധാരണ മനുഷ്യരുടെ ഇടയിൽ ഇത് പ്രവർത്തിക്കുമ്പോൾ സകലരും ഇപ്രകാരം സംസാരിക്കുവാനും പ്രവർത്തിക്കുവാനും ഇതിനെ അനുകരിക്കുവാനും തുടങ്ങുന്നു. There are many things that can be said as to how they are using the movies to preach to people their philosophies. അവരുടെ തത്വജ്ഞാനം സാധാരണ മനുഷ്യരോട് പ്രസംഗിക്കേണ്ടതിന് സിനിമ എപ്രകാരമാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നതിന് അനേക കാര്യങ്ങളുണ്ട്. I'm not exaggerating when I say that these people who own this film industry, many of them
worship Satan. ഞാൻ ഇത് പറയുമ്പോൾ കൂട്ടി പറയുകയാണ്, വമ്പ് പറയുകയാണ് എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഈ സിനിമ മേഖല അത് നിയന്ത്രിക്കുന്ന അതിന്റെ ഉടമസ്ഥർ പലരും സാത്താനെ ആരാധിക്കുന്നവരാണ്. Many actors and actresses have testified that while the shooting is going on, they have known that other powers are taking control of them. പല നടന്മാരും നടിമാരും അവർ ഏറ്റു പറഞ്ഞിട്ടുണ്ട്, ഷൂട്ടിംഗ് നടക്കുന്നതായ സമയത്ത് അവരെ മറ്റു ചില ശക്തികൾ വന്ന് കീഴ്പ്പെടുത്തുന്നതായി. One young lady who was going to was an actress in pornographic movies, when she entered into the house for her first shooting session, she said, I knew the demons were there. ഒരു അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിക്കുന്നതായ വളരെ പ്രസിദ്ധിയുള്ള ഒരു ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടി, ഒരു സിനിമാ നടി ഒരിക്കൽ പറഞ്ഞതാണ്, താന് ആദ്യമായി ഈ പ്രകാരമുള്ള ഒരു അശ്ലീല ചിത്രത്തിൽ അഭിനയിക്കേണ്ടതിന് ആ ഭവനത്തിലേക്ക് കടന്നപ്പോൾ തനിക്ക് അവിടെ ദുരാത്മാക്കൾ, പിശാചുക്കൾ ഉണ്ട് എന്ന് വ്യക്തമായിട്ട് അനുഭവിച്ചറിയുവാൻ കഴിഞ്ഞു എന്ന്. Later on she accepted Jesus and today she is a saved Christian. പിന്നീട് താൻ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും താൻ ഇന്ന് രക്ഷിക്കപ്പെട്ട ഒരു ക്രിസ്ത്യാനി ആയിരിക്കുകയും ചെയ്യുന്നു. So that which young people are going after is not fun. There are demons behind it, just to deceive. ഇന്ന് യൗവനക്കാരായ പലരും ഈ പ്രകാരമുള്ളതിന്റെ പുറകെ പോകുന്നു. അത് വെറും ആനന്ദകരമായ കാര്യങ്ങൾ മാത്രമല്ല, അവരെ വഞ്ചിക്കേണ്ടതിന് അതിന് പുറകിൽ പിശാചുക്കളുണ്ട്. They want to amuse you, to distract you, to keep you happy, while something else behind the scene is going on to kill you. അവർ നിങ്ങളെ ആനന്ദത്തിലാക്കി നിങ്ങളെ വഞ്ചിച്ച് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം തന്നെ തിരശ്ശീലയ്ക്ക് പിന്നിൽ നിങ്ങളെ കൊല്ലേണ്ടതിന്, ഇല്ലാതെയാക്കേണ്ടതിന് ചില കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. So children of God, that's why we are very strict. അതുകൊണ്ടാണ് ദൈവമക്കളെ ഞങ്ങൾ വളരെ കർക്കശക്കാരായിരിക്കുന്നത്. Many say these Pentecostals, especially this church, very strict. പലരും പറയുന്നത് പെന്തക്കോസ്തുകാർ, പ്രത്യേകിച്ച് ഈ സഭക്കാർ ഭയങ്കര കർശനമാണെന്നാണ്. Don't stand here, don't look there, don't go there, don't dress like this, don't have TV at home, don't do this, don't do that. അവിടെ നിൽക്കരുത്, അവിടെ പോകരുത്, അങ്ങനെ നടക്കരുത്, അങ്ങനെ വസ്ത്രം ധരിക്കരുത്, വീട്ടിൽ TV വെക്കരുത്, അങ്ങനെ പല കാര്യങ്ങൾ പറയുന്നു. Now do you know why we are doing this? എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇത് പറയുന്നത് നിങ്ങൾക്കറിയുമോ? What's behind all these things? എന്താണ് ഈ കാര്യങ്ങളുടെ എല്ലാം പുറകിൽ നടക്കുന്നത്? People are seeing only the front side, don't know what's going on behind the screen. മനുഷ്യർ തിരശ്ശീലയ്ക്ക് മുമ്പിൽ നടക്കുന്നത് മാത്രമേ കാണുന്നുള്ളൂ, തിരശ്ശീലയ്ക്ക് പുറകിൽ നടക്കുന്നത് എന്താണെന്ന് ആരും അറിയുന്നില്ല. One film director said, we are not interested in what the people like, we want to play with their brains. ഒരിക്കൽ ഒരു സിനിമാ സംവിധായകൻ പറയുകയുണ്ടായി, മനുഷ്യർ ഇഷ്ടപ്പെടുന്നത് എന്താണോ അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ല, ഞങ്ങൾ അവരുടെ തലച്ചോറ് കൊണ്ട്, ബുദ്ധി കൊണ്ട് കളിക്കുവാൻ ആഗ്രഹിക്കുന്നു. Those people who are behind these entertainment industries are not there to make money. They have a commission, they are following a religion and they want to impose that on you. ഈ പ്രകാരമുള്ള പല സന്തോഷം നൽകുന്ന പല വ്യാപാരത്തിന്റെ പുറകിലുള്ള മനുഷ്യർ, അവർ പണമുണ്ടാക്കുക എന്നുള്ള ഏക ലക്ഷ്യത്തിലല്ല അവർ ഇത് പ്രവർത്തിക്കുന്നത്. അവർ ഒരു പ്രത്യേക മതമാണത്. അവരെ ഈ പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതിനായി നിയോഗിച്ചിരിക്കുകയാണ്. One actor lifted up, you see there's another statue next to Nebuchadnezzar's statue. നെബൂഖദ്നേസറിന്റെ പ്രതിമയ്ക്ക് തൊട്ടടുത്ത് മറ്റൊരു ബിംബം നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നു. Just like Nebuchadnezzar's statue. നെബൂഖദ്നേസറിന്റെ പ്രതിമ പോലെ തന്നെയാണത്. That's the Oscar award. അതാണ് ഓസ്കാർ അവാർഡ്. That's what they give every year to actors and actresses in the film industry in America. അമേരിക്കയിലുള്ള സിനിമാ രംഗത്തുള്ള നടന്മാർക്ക്, നടിമാർക്ക് മറ്റ് നൽകുന്നതായ ഒരു അവാർഡാണത്. Why does it look like that statue that Nebuchadnezzar made? എന്തുകൊണ്ടാണ് നെബൂഖദ്നേസർ ഉണ്ടാക്കിയതായ പ്രതിമ പോലെ അത് തോന്നുന്നത്? Because shortly after Nebuchadnezzar saw his dream, he made a statue full gold and asked everybody to bow before it. നെബൂഖദ്നേസർ ഒരു പ്രതിമ അല്ലെങ്കിൽ ഒരു ബിംബം സ്വപ്നത്തിൽ കണ്ടതിന് ശേഷം അതുപോലെ തന്നെയുള്ള ഒരു ബിംബം താൻ ഉണ്ടാക്കി എല്ലാവരും അതിന്റെ മുമ്പാകെ വണങ്ങണമെന്ന് പറഞ്ഞു. And now this Oscar award is a copy of that image that Nebuchadnezzar made. ഈ ഓസ്കർ അവാർഡ് എന്ന് പറയുന്നത് നെബൂഖദ്നേസർ ഉണ്ടാക്കിയ ആ ബിംബത്തിന്റെ ഒരു കോപ്പിയാകുന്നു. One actor once said during this Oscar award session, he told the audience, bow before your God, Babylon. ഒരിക്കൽ ഈ ഓസ്കർ അവാർഡ് നൽകുന്നതായ ആ ചടങ്ങിൽ വെച്ച് ഒരു നടൻ ഇപ്രകാരം പറയുകയുണ്ടായി, ബാബിലോണിലെ ദൈവത്തിന്റെ മുമ്പാകെ എല്ലാവരും വണങ്ങുവിൻ.
One actress, as she received her Oscar award, ഒരിക്കൽ ഒരു നടിക്ക് തന്റെ ഓസ്കർ അവാർഡ് ലഭിച്ചു കഴിഞ്ഞപ്പോൾ she lifted up the award and said, many people say when they get their awards they give their credit to Jesus. ഈ അവാർഡ് ലഭിക്കുമ്പോൾ പലരും പറയുന്നത് ഇതിന്റെ മഹത്വമെല്ലാം യേശുവിന് കൊടുക്കുന്നു എന്നാണ്. But I want to tell you that Jesus has nothing to do with this. This is my God. എന്നാൽ താൻ പറയുകയാണ് യേശുവിന് ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഇതാണ് എന്റെ ദൈവമെന്ന്. So that's what the world is getting to. അതാണ് ഇന്ന് ലോകം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. Evil men are deceiving. ദുഷ്ട മനുഷ്യർ വഞ്ചിക്കുന്നു. So while they are using the entertainment sector to deceive people, Satan is using them as his magic wands to deceive the others. ഇപ്രകാരമുള്ള മനുഷ്യർ ഈ എന്റർടൈൻമെന്റിനുള്ള പല കാര്യങ്ങളും മനുഷ്യരെ വഞ്ചിക്കേണ്ടതിന് ഉപയോഗിക്കുമ്പോൾ പിശാച് അവന്റെ മന്ത്രവാദ ദണ്ഡുകളായി ഈ മനുഷ്യരെ ഉപയോഗിക്കുകയാണ്. That's why the Bible says while they deceive, they themselves are getting deceived. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് അവർ വഞ്ചിക്കുമ്പോൾ അവരും വഞ്ചിക്കപ്പെടുന്നു എന്ന്. So they are serving Satan. അവർ പിശാചിനെ സേവിക്കുന്നു. But you think they're going to get a reward for that? നിങ്ങൾ ചിന്തിക്കുന്നു അവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും പ്രതിഫലം ലഭിക്കുമെന്ന്? You did so much for me, so I'm going to take you to heaven. നിങ്ങൾ ഇത്ര എനിക്ക് വേണ്ടി ചെയ്തുവല്ലോ, അതുകൊണ്ട് നിങ്ങളെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാം. When Satan boils in hell, they will also boil in hell. പിശാച് നരകത്തീയിൽ കടന്നു തിളയ്ക്കുമ്പോൾ ഇവരും അവിടെ കടന്നു തിളയ്ക്കും. But thou, O man of God, flee these things. അതുകൊണ്ട് ദൈവ പൈതലേ ഇവ വിട്ട് നീ ഓടിപ്പോകുക. Just like Satan has his chosen ones, God has his chosen ones, and you are one of them. പിശാചിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ചിലരുള്ളതുപോലെ ദൈവത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട ചിലരുണ്ട്. നീ അവരിൽ ഒരു വ്യക്തിയാണ്. And God has his job to do through you, and he has a commission for you. He has a religion to preach through you, so that deceived people might come to the knowledge of the truth. ദൈവത്തിന് നിന്നിലൂടെ ഒരു പ്രവൃത്തി ചെയ്യുവാനുണ്ട്. ദൈവത്തിന് നിന്നിലൂടെ ഒരു നിയോഗം, നിന്നെ ദൈവം ഒരു കാര്യത്തിനായി നിയോഗിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ ദൈവവചനം പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. അനേകർ നിന്നിലൂടെ യേശുവിലേക്ക് വരേണ്ടിയിരിക്കുന്നു. Terrible things that cannot be said on stage, terrible things that you can't view, you'll get a heart attack, are going to take place very shortly in this planet. ഭയാനകമായ കാര്യങ്ങൾ ഇപ്രകാരമുള്ള സ്റ്റേജിൽ ഒരിക്കലും പറയുവാൻ കഴിയാത്തത്, നിങ്ങൾ ഒരിക്കൽ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൃദയസ്തംഭനം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അതിവേഗത്തിൽ നടക്കുവാൻ പോകുകയാണ്. There are many Christians who are analyzing, comparing with the Bible as to what's going on in this world. ഇന്ന് ലോകത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് വേദപുസ്തകവുമായി താരതമ്യം ചെയ്യുന്ന പല ക്രിസ്ത്യാനികളുമുണ്ട്. But when they look at what's happening in this world and compare it with the Bible, there are so many things that are mysterious. ഈ ലോകത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ താരതമ്യം ചെയ്യുമ്പോൾ രഹസ്യങ്ങളായി ഇരിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. But the more they discover, the more bizarre, the more dangerous, the more terrible it is, they say. അവർ അധികമായി അത് മനസ്സിലാക്കും തോറും അവർ പറയുന്നത് ഏറ്റവും അപകടകരമായി ഭയങ്കരകരമായ ഒരവസ്ഥയാകുന്നു എന്ന്. So we, the children of God, have to understand what's going on and wake up from our sleep. ദൈവമക്കളാകുന്ന നാം എന്താണ് ചുറ്റുപാട് നടക്കുന്നതെന്ന് മനസ്സിലാക്കി നമ്മുടെ ഉറക്കത്തിൽ നിന്ന് ഉണരേണ്ടിയിരിക്കുന്നു. When you turn to Isaiah chapter 52 യെശയ്യാ പ്രവചനം 52-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ and read verse 1, ഒന്നാം വാക്യം വായിക്കാം. we read there, awake, awake, O Zion. അവിടെ സിയോനെ ഉണരുക ഉണരുക എന്ന് വായിക്കുന്നു. In the previous chapter verse 17, അതിന്റെ മുമ്പിലുള്ള അധ്യായം 17-ാം വാക്യത്തിൽ awake, awake, O Jerusalem. യെരൂശലേമേ ഉണരുക ഉണരുക എന്ന് കാണുന്നു. So it means the church of God has gone into a spiritual sleep. അതിന്റെ അർത്ഥം ദൈവസഭ ആത്മീകമായ ഒരു ഉറക്കത്തിലേക്ക് കടന്നു പോയിരിക്കുന്നു. If you say awake once, it is sleep. ഉണരുക എന്ന് ഒരിക്കൽ പറഞ്ഞാൽ അത് ഉറക്കമാണെന്ന് മനസ്സിലാക്കാം. But if you say awake, awake twice, it's deep sleep. ഉണരുക ഉണരുക എന്ന് 2 പ്രാവശ്യം പറഞ്ഞാൽ അത് ആഴമായ ഉറക്കമാണ്. So we need an awakening in our hearts, in our spirits, in our minds. നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ആത്മാവിൽ നമുക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് ആവശ്യമായിരിക്കുന്നു. Shall we close our eyes for a moment? ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ നമുക്കൊന്ന് അടയ്ക്കാം. Before we go ahead, നാം മുമ്പോട്ട് പോകുന്നതിന് മുമ്പായി, how many say, I want an awakening in my spirit? എന്റെ ആത്മാവിൽ ഒരു ഉണർവ് വേണമെന്ന് എത്ര പേർ പറയുന്നു? I want an understanding, not just a mental understanding, but a realization of what's going on around. ഒരു മാനസികമായ അറിവല്ല, എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ശരിയായ ഒരു ഉണർവ് എനിക്ക് ആവശ്യമായിരിക്കുന്നു. I don't want just to be fed with information about what's going on. I want to wake up
ചുറ്റുപാട് നടക്കുന്നത് എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള അറിവ് വർദ്ധിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. എനിക്ക് ഉണർന്നെഴുന്നേൽക്കണം. Those who say I want to wake up, put up your right hand. ഉണർന്നെഴുന്നേൽക്കണം എന്ന് പറയുന്നവർ തങ്ങളുടെ വലങ്കരമെന്ന് ഉയർത്തിയാട്ടെ. The devil is trying to put us to sleep. പിശാച് നമ്മെ ഉറക്കത്തിലേക്ക് നയിക്കുവാൻ ശ്രമിക്കുകയാണ്. He's injecting spiritual drugs into our minds so that we might not know what's going on. നമ്മുടെ ചുറ്റുപാടും എന്താണ് സംഭവിക്കുന്നത് എന്ന് നാം അറിയാതെ ഇരിക്കേണ്ടതിന് ആത്മീകമായ ചില മയക്കുമരുന്നുകൾ അവൻ നമ്മുടെ മനസ്സിലേക്ക് കുത്തിവെച്ചുകൊണ്ടിരിക്കുകയാണ്. I know personally, I know very well, just by feeding you with the latest information of what's going on, I'm not going to wake you up. എനിക്ക് വളരെ നന്നായിട്ട് അറിയാം ചുറ്റുപാട് സംഭവിക്കുന്നത് എന്താണ് എന്നുള്ള ഏറ്റവും പുതിയ അറിവ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പകർന്നു തന്നാലും നിങ്ങൾ ആരും ഉണർന്നെഴുന്നേൽക്കുവാൻ പോകുന്നില്ല എന്ന്. But when the word of God comes to you saying, awake, awake, O Jerusalem, awake, awake, O Zion. എന്നാൽ ദൈവവചനം യെരൂശലേമേ ഉണരുക ഉണരുക, സിയോനെ ഉണരുക ഉണരുക എന്നുള്ള ദൈവവചനം നിങ്ങളുടെ അടുക്കലേക്ക് വരുമ്പോൾ, then I know you will wake up. അപ്പോൾ എനിക്കറിയാം നിങ്ങൾ ഉണരുമെന്ന്. Because we are not alone conducting this meeting, the Spirit of God is in our midst. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ തനിയെ അല്ല ഈ കൂട്ടം നടത്തുന്നത്, ദൈവാത്മാവ് ഞങ്ങളുടെ കൂടെയുണ്ട്. We are not alone, the kingdom of God is with us. ഞങ്ങൾ തനിയെ അല്ല, ദൈവരാജ്യം ഞങ്ങളുടെ കൂടെയുണ്ട്. We are not alone, the Almighty God is in our midst. ഞങ്ങൾ തനിയെ അല്ല, സർവശക്തനായ ദൈവം നമ്മുടെ മധ്യേ ഉണ്ട്. So as we lift up our hands, we wanting to wake up. നാം കരം ഉയർത്തുമ്പോൾ നാം ഉണർന്നെഴുന്നേൽക്കുകയാണ്. We are going to get help from heaven. നമുക്ക് അതിനായി സ്വർഗ്ഗത്തിൽ നിന്ന് സഹായം ലഭിക്കാൻ പോകുന്നു. The Holy Spirit is going to take away that sleep in our spirits. പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിലുള്ള ഉറക്കത്തെ എടുത്തു മാറ്റുവാൻ പോകുന്നു. 1 minute, let us all speak in tongues. ഒരു മിനിറ്റ് നമുക്ക് എല്ലാവർക്കും അന്യഭാഷകൾ സംസാരിക്കാം. Those who have received the Holy Spirit, let the Spirit of God move in our minds. പരിശുദ്ധാത്മാവ് ലഭിച്ചിരിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ ദൈവാത്മാവ് പ്രവർത്തിക്കട്ടെ. Even if your hand is aching, keep it lifted up. നിങ്ങളുടെ കരം കഴയ്ക്കുന്നുവെങ്കിൽ തന്നെ നിങ്ങളുടെ കരം ഉയർത്തി തന്നെ പിടിച്ചുകൊള്ളുക. Oh, let the Holy Spirit move in our midst a minute. പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യേ പരിവർത്തിക്കട്ടെ. Oh, ya ramasamakaramania karamana tura ya sabala nima kasatna karabariya tura ya rabat nima shamahakuria bahature. Thank you, Lord. Hallelujah. Hallelujah. Yes, manahankuram bahatiya ya basature ya rabahashaba kamaria sabala bature nima sabariya tura ya barature. Thank you, Lord. Thank you, Lord. Thank you, Jesus. We praise you, Lord. We praise you, Lord. We thank you, Jesus. We praise you, Lord. We praise you, Lord. Thank you, Jesus. We praise you. While the whole world lies in darkness, മുഴു ലോകവും അന്ധകാരത്തിലിരിക്കുമ്പോൾ, while the whole world is being swept by the wind, the energy of deception, വഞ്ചനയുടെ ആത്മാവാകുന്ന കാറ്റിനാൽ മുഴു ലോകവും വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, the Holy Spirit is waking us up. പരിശുദ്ധാത്മാവ് നമ്മെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നു. The Holy Spirit is going to help us to realize what the times are. ഇത് എങ്ങനെയുള്ള കാലമാണെന്ന് മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു. For that grace to abound in us, in our family, in this city, in this state, let us praise God. ആ കൃപ നമ്മിൽ പെരുകേണ്ടതിന്, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സഭയിൽ, ഈ സംസ്ഥാനത്ത് അത് പെരുകേണ്ടതിന് നാം എല്ലാവരും ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. In the past 2-3 days, we have been hearing a lot. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നാം പല കാര്യങ്ങൾ കേട്ടുകൊണ്ടിരുന്നു. Before I close, I want to speak about one more screen. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പായി ഒരു തിരശ്ശീലയെ കുറിച്ച് കൂടി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. Let's turn to Revelation chapter 12. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് വരാം. And we'll read only in Malayalam the first 5 verses. ആദ്യത്തെ 5 വാക്യങ്ങൾ മലയാളത്തിൽ മാത്രം വായിക്കാം. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി. സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവളുടെ കാൽ കീഴ് ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. അവൾ ഗർഭിണിയായി നോവുകിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു. സ്വർഗത്തിൽ മറ്റൊരു അടയാളം കാണായി. 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീ നിറമുള്ള ഒരു മഹാസർപ്പം. അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളവാൻ മഹാസർപ്പം അവളുടെ മുൻപിൽ നിന്നു. അവൾ സകല ജാതികളെയും ഇരുമ്പുകൾ കൊണ്ട് മേയ്പ്പാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിന്റെ അടുക്കലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു.
Praise the Lord. ദൈവത്തിന് സ്തോത്രം. Now many of you have seen this picture. നിങ്ങൾ പലരും ഈ ഒരു ചിത്രം കണ്ടിട്ടുണ്ടായിരിക്കും. A woman, ഒരു സ്ത്രീ, 12 stars around her head, തന്റെ തലയിൽ 12 നക്ഷത്രങ്ങൾ, the moon under her feet, തന്റെ കാൽ കീഴിൽ ചന്ദ്രൻ, and behind her she's clothed with the sun, തന്റെ പിന്നിൽ ഒരു സൂര്യൻ അല്ലെങ്കിൽ താൻ സൂര്യനെ അണിഞ്ഞിരിക്കുന്നു, and she's pregnant, ഗർഭിണിയായിരിക്കുന്നു, and there's a serpent in front trying to standing against her. തനിക്കെതിരെ തന്റെ മുമ്പിൽ ഒരു മഹാസർപ്പം നിൽക്കുന്നു. First of all, I would like to state that this is not Mary and Jesus. ഞാൻ ആദ്യമായി നിങ്ങളോട് പറയട്ടെ, ഇത് മറിയയും യേശുവുമല്ല. There are many reasons. I'll just give two. പല കാരണങ്ങളുണ്ട്, 2 കാരണങ്ങൾ പറയാം. If you turn to Revelation chapter 4 and read verse 1, വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിച്ചാൽ, we read there that God is telling John, the writer of this book, come up, I'm going to show you things that are going to happen hereafter. ഇവിടെ ദൈവം ഈ പുസ്തകം എഴുതിയ യോഹന്നാനോട് പറയുന്നത്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. Now Mary, Jesus being born through Mary at that time was a past event. ആ സമയത്ത് അല്ലെങ്കിൽ ഈ ദൈവം ഇത് പറഞ്ഞ കാലത്ത് യേശു മറിയയ്ക്ക് ജനിച്ചു എന്നുള്ളത് ഭൂതകാലത്തിൽ കഴിഞ്ഞ ഒരു സംഭവമായിരുന്നു. About 80-90 years before John saw this and wrote this, Jesus was born through Mary. യോഹന്നാൻ ഇത് കണ്ട് എഴുതുന്നതിന് ഏകദേശം 80-90 വർഷങ്ങൾക്ക് മുമ്പാണ് മറിയയിലൂടെ യേശു ജനനമെടുത്തത്. But God is saying here, I'm going to show you things that are going to happen hereafter. എന്നാൽ ദൈവം പറയുന്നത്, മേലാൽ സംഭവിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ നിനക്ക് കാണിച്ചു തരാം. So what's written, what we read just now in Revelation 12 is a future event. എന്നാൽ അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ നാം വായിച്ചത് ഭാവിയിൽ നടക്കുവാനുള്ള ഒരു സംഭവമാണ്. Secondly, we read that this child was caught up to the throne as soon as it is born, whereas Jesus lived 33.5 years before he was caught up. രണ്ടാമതായി, ഈ ആൺകുട്ടി ജനിച്ച ഉടനെ ദൈവസിംഹാസനത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് നാം വായിക്കുന്നു. എന്നാൽ യേശു 33.5 വർഷം ജീവിച്ചിരുന്നിട്ടാണ് ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെടുന്നത്. Not only that, അത് മാത്രമല്ല, this dragon is trying to swallow this man child as soon as it is born. ഈ ആൺകുട്ടി ജനിച്ച ഉടനെ അതിനെ വിഴുങ്ങുവാനാണ് മഹാസർപ്പം ശ്രമിക്കുന്നത്. But when Herod tried to get rid of Jesus, Jesus was about 1.5 years old. എന്നാൽ ഹെരോദാവ് യേശുവിനെ കൊല്ലുവാൻ ശ്രമിക്കുന്ന കാലത്ത് യേശുവിന് ഏകദേശം 1.5 വയസ്സ് പ്രായമുണ്ടായിരുന്നു. There is evidence for that in the Bible. No time to go into the details. വേദപുസ്തകത്തിൽ അതിന് തെളിവുണ്ട്, എന്നാൽ വിശദീകരിക്കുവാൻ സമയമില്ലല്ലോ. So it is not Jesus and Mary. അതുകൊണ്ട് അത് യേശുവും മറിയയും അല്ല. That woman represents the church. ആ സ്ത്രീ സഭയെ കാണിക്കുന്നു. In many places in the Bible, the church is represented by a woman. പല സ്ഥലങ്ങളിലും സഭയെ ഒരു സ്ത്രീയോട് താരതമ്യപ്പെടുത്തിയിരിക്കുന്നു. St. Paul told the church, I want to present you as a chaste virgin to Christ. വിശുദ്ധ പൗലോസ് സഭയോട് പറയുന്നത്, ഞാൻ നിങ്ങളെ നിർമ്മല കന്യകയായി ക്രിസ്തുവിനെ ഏൽപ്പിപ്പാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ്. Writing to the Ephesians, he said, husbands, love your wives even as Christ loved the church. So the church is taking the place of the wife. എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ എന്ന് പറയുന്നു. അപ്പോൾ അവിടെ സ്ത്രീക്ക് ഒരു ഭാര്യയുടെ സ്ഥാനം നൽകുകയാണ്. So this child being born out of the woman represents that in the church all are not going to go when Jesus comes. A small group of people are going to be caught up to the throne of God. ഈ സ്ത്രീ ആൺകുട്ടിക്ക് ജന്മം നൽകുന്നത് കാണിക്കുന്നത്, കർത്താവായ യേശു വരുമ്പോൾ സഭ മുഴുവനും എടുക്കപ്പെടുന്നില്ല, എന്നാൽ സഭയിലുള്ള ഒരു ചെറിയ കൂട്ടം മാത്രമാണ് എടുക്കപ്പെടുന്നത് എന്നുള്ളതാണ്. So all Christians won't go when Jesus comes. എല്ലാ ക്രിസ്ത്യാനികളും യേശു വരുമ്പോൾ എടുക്കപ്പെടുകയില്ല. All Pentecostals won't go when Jesus comes. യേശു വരുമ്പോൾ എല്ലാ പെന്തക്കോസ്തുകാരും എടുക്കപ്പെടുകയില്ല. Just because I'm preaching this to you, it is not a guarantee that I will go when Jesus comes. ഞാൻ ഇത് പ്രസംഗിക്കുന്നത് കൊണ്ട് യേശു വരുമ്പോൾ ഞാൻ എടുക്കപ്പെടും എന്നുള്ളതിനും യാതൊരു ഉറപ്പുമില്ല. But one thing is sure, a small group of people are going to go when Jesus comes. എന്നാൽ യേശു വരുമ്പോൾ ഒരു ചെറിയ കൂട്ടം ജനം എടുക്കപ്പെടും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. The others will be left behind. മറ്റുള്ളവരെല്ലാവരും കൈവിടപ്പെടും. So this man child, this dragon in this chapter is not after the woman. This dragon is after the man child. ഈ മഹാസർപ്പം, ഈ അധ്യായത്തിൽ പറയുന്ന മഹാസർപ്പം സ്ത്രീയുടെ പുറകെയല്ല,
ആൺകുട്ടിയുടെ പുറകെയാണ്. So why? Because the woman represents the church in general, but the man child represents growing Christians. എന്തുകൊണ്ടെന്നാൽ ഈ സ്ത്രീ എന്നുള്ളത് പൊതുവിൽ സഭയെ കാണിക്കുകയാണ്, എന്നാൽ ആൺകുട്ടി എന്നുള്ളതോ വളർന്നു വരുന്ന ക്രിസ്ത്യാനികളെ കാണിക്കുന്നു. Christians who want to become like Jesus. യേശുവിനെ പോലെ ആകുവാൻ ആഗ്രഹിക്കുന്ന ക്രിസ്ത്യാനികൾ. And the serpent is after those people. മഹാസർപ്പം അങ്ങനെയുള്ളവരുടെ പുറകെയാണ്. So hidden in the womb of this woman, ഈ സ്ത്രീയുടെ ഗർഭത്തിൽ മറഞ്ഞ്, behind the screen, തിരശ്ശീലയ്ക്ക് പിന്നിൽ, hidden amongst all of us, നമ്മുടെ എല്ലാം മധ്യേ മറഞ്ഞ്, the man child is getting ready. ആൺകുട്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. Who that, see, we are all sitting here together, but who's going to be the man child, who's going to be the woman? Nobody knows. Only when Jesus comes we will know. നാം എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നുവല്ലോ, ആരാണ് സ്ത്രീയെന്നും ആരാണ് ആൺകുട്ടിയെന്നും ആരും അറിയുന്നില്ല. യേശു വരുമ്പോൾ മാത്രമേ അത് വെളിപ്പെടുകയുള്ളൂ. No one can point here and say this person will surely go when Jesus comes, and no one can point and say this one will be surely left behind when Jesus comes. നമ്മിൽ ആർക്കും മറ്റൊരാളുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് യേശു വരുമ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി എടുക്കപ്പെടുമെന്നോ അല്ലെങ്കിൽ യേശു വരുമ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി കൈവിടപ്പെടുമെന്നോ പറയുവാൻ സാധ്യമല്ല. Behind the screen a secret work is going on inside us. തിരശ്ശീലയ്ക്ക് പിന്നിൽ നമ്മുടെ ഉള്ളിൽ ഒരു രഹസ്യമായ ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു. Who is going to be that man child group? We will know only when Jesus comes. യേശു വരുമ്പോൾ മാത്രമേ ആൺകുട്ടിയുടെ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാവുകയുള്ളൂ. Now there are some things that we must do that we might become the man child. നാം ആൺകുട്ടിയാകേണ്ടതിന് ചെയ്യേണ്ടതാകുന്ന ചില കാര്യങ്ങളുണ്ട്. Is there anything we can do so that we might not just be one amongst the Christians, just living a traditional life? Is there anything we can do so that we can get into that group called the man child who is caught up when Jesus comes? പാരമ്പര്യ ക്രിസ്ത്യാനികൾ എന്നുള്ള ആ കൂട്ടത്തിൽ നിന്ന് പുറത്തു വന്ന് യേശു വരുമ്പോൾ എടുക്കപ്പെടുന്നതായ ആൺകുട്ടിയുടെ കൂട്ടത്തിൽ നാം ആയിത്തീരേണ്ടതിന് നാം ചെയ്യേണ്ടതാകുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? There are many things to be done. നാം ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്. In the light of this chapter, I would just like to place 3 or 4 points. ഈ അധ്യായത്തിന്റെ വെളിച്ചത്തില് 3-4 കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പാകെ വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. The first point. ഒന്നാമത്തെ കാര്യം, in the 5th verse we read that this man child is going to rule all nations with a rod of iron. ഇവിടെ 5-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഈ ആൺകുട്ടി സകല ജാതികളെയും ഒരു ഇരുമ്പുകോൽ കൊണ്ട് മേയ്ക്കും എന്ന് എഴുതിയിരിക്കുന്നു. What does that mean? എന്താണ് അതിന്റെ അർത്ഥം? This small group of Christians who have become Christ-like when Jesus comes and they are caught up to heaven, they will come back to this very earth and rule this world for 1,000 years. That's what it represents. യേശുവിനെ പോലെ ആയിത്തീർന്ന ആൺകുട്ടി ആയിത്തീർന്ന സഭയിലുള്ള സഭയാകുന്ന ഇവർ യേശുക്രിസ്തു വരുമ്പോൾ എടുക്കപ്പെട്ടതിന് ശേഷം 1000 ആണ്ട് വാഴ്ച വരുമ്പോൾ ഈ ഭൂമിയിലേക്ക് തിരികെ വന്ന് 1000 ആണ്ട് ഭൂമിയെ വാഴും. Today a government can rule for 5 years. After that elections take place. ഇന്ന് ഒരു സർക്കാരിന് 5 വർഷമേ ഭരിക്കുവാൻ കഴിയുകയുള്ളൂ. അതിനുശേഷം ഇലക്ഷനുകൾ നടക്കുന്നു. But when this man child or this group of people who have gone to be with Jesus, who become Christ-like, come back to earth, they will rule 1,000 years without any elections. യേശുവിനെ പോലെ ആയിത്തീർന്ന ആൺകുട്ടി ആയിത്തീർന്ന ഈ സഭയിലുള്ള ഇപ്രകാരമുള്ളവർ ഭൂമിയിലേക്ക് തിരികെ വന്ന് ഇലക്ഷൻ ഒന്നും കൂടാതെ തെരഞ്ഞെടുപ്പൊന്നും കൂടാതെ 1000 വർഷം ഭൂമിയെ ഭരിക്കും. And this child will rule, or this group of people will rule with a rod of iron, means there will be no opposition. ഇവർ ഒരു ഇരുമ്പുകോൽ കൊണ്ട് മേയ്ക്കും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇവർക്ക് യാതൊരു എതിർപ്പും ഉണ്ടായിരിക്കുകയില്ല എന്നാണ്. It's not going to be a tyrannical rule where here this group of people will dictate over others, but it's going to be a peaceful rule. But if anyone tries to oppose, they will come under control immediately. അതിനർത്ഥം ഇതൊരു ഏകാധിപത്യപരമായി സ്വച്ഛാധിപതികൾ ഭരിക്കുന്നത് പോലെ മറ്റുള്ളവരെ അടിച്ചമർത്തിക്കൊണ്ട് ഭരിക്കും എന്നുള്ളതല്ല. ഇത് തീർച്ചയായിട്ടും സമാധാനപരമായിട്ടുള്ള ഒരു ഭരണം തന്നെയായിരിക്കും. എങ്കിൽ തന്നെയും ആരെങ്കിലും എതിർക്കുവാൻ ശ്രമിച്ചാൽ തന്നെ അവർ ഇവരുടെ കാൽക്കീഴലെ ഇവരുടെ കീഴിൽ വരുവാൻ ഇടയായി തീരും. How do this group of people get that rod in their hand? എങ്ങനെയാണ് ഇവർക്ക് ആ ഇരുമ്പുകോൽ അവരുടെ കയ്യിൽ ലഭിക്കുന്നത്? This rod is only for those who overcome. ഈ ഇരുമ്പുകോൽ ലഭിക്കുന്നത് ജയം പ്രാപിക്കുന്നവർക്ക് മാത്രമാണ്. Read Revelation chapter 2 verses 26 and 27. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 26-ഉം 27-ഉം വാക്യങ്ങൾ വായിക്കാം. ജയിക്കുകയും
ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അവൻ ഇരുമ്പ് കോൽ കൊണ്ട് അവരെ മേയിക്കും. And he that overcometh and keepeth my works unto the end, to him will I give power over the nations, and he shall rule them with a rod of iron. Enough. So he is, this rod of iron is given to those who overcome. ജയിക്കുന്നവർക്കാണ് ഈ ഇരുമ്പ് കോൽ നൽകപ്പെടുന്നത്. Christian life is full of struggles. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് മുഴുവൻ പോരാട്ടങ്ങൾ നിറഞ്ഞതാണ്. So in those struggles we have to overcome, not run away. ഈ കഷ്ടങ്ങളിൽ നാം അതിനെ ജയിക്കണം, നാം ഓടിപ്പോകുകയല്ല ചെയ്യേണ്ടത്. So when there is opposition in our life, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എതിർപ്പുകൾ നേരിടുമ്പോൾ, when evil men and evil powers come against our lives and our families, നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ജീവിതത്തിനും വിരോധമായ ദുഷ്ട മനുഷ്യരും ദുഷ്ട ആത്മാക്കളും വരുമ്പോൾ, we should not use the methods that people in this world use to overcome. ഈ ലോകത്തിലുള്ള മനുഷ്യർ ഉപയോഗിക്കുന്ന വഴികൾ അവരെ ജയിക്കേണ്ടതിന് നാം ഉപയോഗിക്കരുത്. In this world the fittest will survive, the stronger ones will overcome the weaker ones. ഈ ലോകത്തിൽ ബലമുള്ളവർ ബലഹീനരുടെ മേൽ അധികാരം പ്രാപിക്കും. But in that 1000-year reign, the Bible says the meek will inherit the earth. എന്നാൽ വേദപുസ്തകത്തിൽ പറയുന്നത് 1000 ആണ്ട് വാഴ്ചക്കാലത്ത് സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും. So we should learn to overcome sin. നാം അതുകൊണ്ട് പാപത്തെ ജയിക്കുവാൻ പരിശീലിക്കണം. Sin is overcoming every sector, every nation, every group of people in this world. ഈ ലോകത്തിലുള്ള സകല ജാതികളെയും സകല മനുഷ്യരെയും സകല രാജ്യങ്ങളെയും പാപം കീഴടക്കിക്കൊണ്ടിരിക്കുന്നു. But he that overcometh through Jesus, he will rule with a rod of iron. എന്നാൽ യേശുക്രിസ്തു മുഖാന്തരം ജയമെടുക്കുന്നവർ ഇരുമ്പുകൾ കൊണ്ട് മേയ്ക്കുവാൻ ഇടയായി തീരും. So don't say I'm only a human being, this is how I will be. ഞാനൊരു മനുഷ്യൻ മാത്രമാണ്, എനിക്ക് ഇങ്ങനെയൊക്കെ ആകാനേ കഴിയുന്നുള്ളൂ എന്ന് പറയുന്നവർ, don't say like that. അങ്ങനെ പറയരുത്. We are called with a higher calling. നാം ഒരു ഉന്നത വിളിയാൽ വിളിക്കപ്പെട്ടിരിക്കുന്നു. Of course we are human beings, but we have a savior. തീർച്ചയായിട്ടും നാം മനുഷ്യർ തന്നെയാണ്, പക്ഷേ നമുക്കൊരു രക്ഷകനുണ്ട്. He will help us to overcome even as he overcame. അവൻ ജയിച്ചതുപോലെ നാമും ജയിക്കേണ്ടതിന് അവൻ നമ്മെ സഹായിക്കും. So don't be discouraged when you fail. God will make you an overcomer. He has the power. നിങ്ങൾ പരാജയപ്പെടുമ്പോൾ നിങ്ങൾ ധൈര്യപ്പെടരുത്. ദൈവത്തിന് നിങ്ങളെ ജയാളികളാക്കി തീർക്കുവാനുള്ള ശക്തിയുണ്ട്. Secondly, രണ്ടാമത്, this dragon that is waiting to swallow the man child, ഈ ആൺകുട്ടിയെ വിഴുങ്ങുവാൻ കാത്തിരിക്കുന്നതായ മഹാസർപ്പം, in that same chapter he is called the accuser of the brethren. അതേ അധ്യായത്തിൽ സഹോദരന്മാരെ കുറ്റം ചാർത്തുന്നവൻ എന്നവനെ വിളിക്കുകയാണ്. So we read that in verse 10. 10-ാം വാക്യത്തിൽ അത് വായിക്കുന്നു. He is called the accuser of the brethren. അവർ സഹോദരന്മാരെ കുറ്റം ചാർത്തുന്ന അപവാദി എന്ന് പറയുന്നു. Day and night you don't know, but day and night he's accusing the brethren. Many times your name is being quoted in the court in heaven. രാപ്പകൽ അവൻ നമ്മെ കുറ്റം ചാർത്തിക്കൊണ്ടിരിക്കുകയാണ്. അനേക പ്രാവശ്യം നമ്മുടെ പേര് സ്വർഗത്തിലെ കോടതിയിൽ ഉച്ചരിക്കപ്പെടുന്നു. In the Old Testament we read of an incident where Satan stands before God to accuse Joshua the high priest. നാം പഴയ നിയമകാലത്ത് വായിക്കുമ്പോൾ മഹാപുരോഹിതനായ യോശുവയെ കുറ്റം ചാർത്തേണ്ടതിന് പിശാച് ദൈവസന്നിധി നിൽക്കുന്നതിനെ കാണുന്നു. In the same way, every day, many times, you and I, your names and my name is being quoted in heaven. Every time we commit a fault, we are being accused. അതുപോലെ തന്നെ ഞാനും നിങ്ങളും ഓരോ ചെറിയ തെറ്റ് ചെയ്യുമ്പോഴും ഒരു ദിവസം തന്നെ പല പ്രാവശ്യം നമ്മുടെ പേര് സ്വർഗത്തിൽ പറയപ്പെടുകയാണ്. Because of this, അതുകൊണ്ട് so that this dragon might not swallow us by accusing us, നമ്മെ കുറ്റപ്പെടുത്തിയിട്ട് ഈ മഹാസർപ്പം നമ്മെ വിഴുങ്ങി കളയാതിരിക്കേണ്ടതിന് we need to give importance to personal sanctification in our lives. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വ്യക്തിപരമായ ശുദ്ധീകരണത്തിന് നാം പ്രാധാന്യം കൊടുക്കണം. Every time we commit a mistake, നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രാവശ്യം നാം ഒരു തെറ്റ് ചെയ്യുമ്പോൾ, every time a sin overcomes us, ഓരോ പ്രാവശ്യം ഒരു പാപം നമ്മെ കീഴ്പ്പെടുത്തുമ്പോൾ, immediately we must sober down, go to the presence of God, acknowledge our faults. പെട്ടെന്ന് തന്നെ നാം നമ്മെ തന്നെ താഴ്ത്തി ദൈവസന്നിധിയിൽ ചെന്ന് നമ്മുടെ കുറ്റം നാം സമ്മതിക്കണം. And before we end the day, the Bible says, let not the sun go down upon your wrath. വേദപുസ്തകം പറയുന്നത് സൂര്യൻ അസ്തമിക്കുവോളം കോപം വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. So that means before
sleeping, you might die in your sleep. So settle things, get right with God, get reconciled with your brother. Don't let Satan accuse you of that. അതിനർത്ഥം നിങ്ങൾ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഉറങ്ങുവാൻ പോകുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് സഹോദരനോട് നിരപ്പ് പ്രാപിച്ച് ദൈവ മുമ്പാകെ നല്ല മനസാക്ഷി പ്രാപിക്കണം. പിശാച് നിങ്ങളെ കുറ്റപ്പെടുത്തുവാൻ നിങ്ങൾ ഇടം കൊടുക്കരുത്. So give importance to personal sanctification. അതുകൊണ്ട് വ്യക്തിപരമായ ശുദ്ധീകരണത്തിന് പ്രാധാന്യം നൽകണം. Don't keep pending faults and unconfessed sins in your life. നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റുകൾ ഏറ്റുപറയാത്ത തെറ്റുകൾ അത് നിങ്ങളുടെ പിന്നിൽ വിട്ടുകളയുന്നവരായിരിക്കരുത്. Just because it fades from your memory afterwards, don't think that it is forgotten. നിങ്ങളുടെ മനസ്സിൽ നിന്ന് അത് മാഞ്ഞു പോകുന്നത് കൊണ്ട് അത് ദൈവം മോചിച്ചു തന്നു എന്ന് അതിനർത്ഥമില്ല. Not only does God remember, Satan also remembers. ദൈവം മാത്രമല്ല പിശാചും അത് ഓർത്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. So sanctify yourselves, go to Jesus, ask pardon, be washed by his blood. നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് യേശുവിന്റെ അടുക്കൽ ചെന്ന് അവന്റെ രക്തത്താൽ നിങ്ങൾ കഴുകപ്പെടണം. Thirdly, മൂന്നാമതായി, this man child is a child. ഈ ആൺകുട്ടി ഒരു കുട്ടിയാണ്, അല്ലെ പൈതലാണ്. So overcomers, this child represents humility. ഈ കുട്ടി ആൺകുട്ടി എന്നുള്ളത് താഴ്മയെ കാണിക്കുന്നു. Like a child is meek and harmless and humble, we should be meek and harmless and humble. ഒരു കുട്ടി അത് സൗമ്യതയും താഴ്മയുമുള്ളതായി നിഷ്കളങ്കമായിരിക്കുന്നത് പോലെ നാമും അപ്രകാരമായിരിക്കണം. So we should not become egoistic. നമ്മുടെ ജീവിതത്തിൽ ഈഗോ, ഞാൻ എന്നുള്ള ഭാവം വരുവാൻ പാടില്ല. That means there are times when we don't know our faults. അതായത് ചില സമയത്ത് നമ്മുടെ തെറ്റുകൾ നാം മനസ്സിലാക്കാത്ത ചില സാഹചര്യങ്ങളുണ്ട്. There are times when God will send other people to correct us. നമ്മളെ തിരുത്തേണ്ടതിന് ദൈവം മറ്റുള്ളവരെ അയക്കുന്ന ചില സമയങ്ങളുണ്ട്. In that time when God sends somebody, a servant of God or a believer in Christ, or maybe someone in the world who will try to point out the wrong we have done, immediately that sin will try to justify itself. നമ്മെ തിരുത്തേണ്ടതിന്, നമ്മുടെ കുറ്റം ബോധം വരുത്തേണ്ടതിന് ദൈവം ഏതെങ്കിലും ഒരു ശുശ്രൂഷകരെയോ ഒരു ദൈവ പൈതലിനെയോ അല്ലെങ്കിൽ ലോകത്തിലുള്ള ഏതെങ്കിലും ഒരു മനുഷ്യനെയോ നമ്മുടെ നേരെ അയച്ചു തരുമ്പോൾ പെട്ടെന്ന് നമ്മളിലുള്ള പാപം അതിനെ ന്യായീകരിക്കുവാനിടയാകും. Immediately we'll get defensive. പെട്ടെന്ന് അത് പ്രതിരോധിക്കുവാനിടയാകും. But if we are humble, എന്നാൽ നിങ്ങൾക്ക് താഴ്മയുണ്ടെങ്കിൽ we will receive that with humility. അത് താഴ്മയോടെ നിങ്ങൾ സ്വീകരിക്കുവാനിടയാകും. Then it becomes easy to grow. അങ്ങനെയെങ്കിൽ അത് വളരുവാൻ എളുപ്പമായിരിക്കും. I remember once I was interpreting for a pastor. ഒരിക്കൽ ഞാൻ ഒരു പാസ്റ്റർക്ക് തർജ്ജമ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. And while the pastor was preaching, he made a mistake. പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ താൻ ഒരു തെറ്റ് പറഞ്ഞു. And while interpreting, I smiled because of the mistake. ഞാൻ തർജ്ജമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പാസ്റ്റർ പറഞ്ഞ തെറ്റ് ഓർത്ത് ഞാൻ ചിരിച്ചു. And after the meeting was over, മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം one believer came to me. ഒരു വിശ്വാസി എൻ്റെ അടുക്കൽ വന്നു. And he said, "Brother, I want to tell you something. സഹോദരാ, ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. Please don't misunderstand me." എന്നെ തെറ്റിദ്ധരിക്കരുതേ. I said, "No, tell me." ഞാൻ പറഞ്ഞില്ല, പറഞ്ഞു. He said, "Brother, when pastor made a mistake, you laughed." പാസ്റ്റർ ഒരു തെറ്റ് പറഞ്ഞപ്പോൾ നിങ്ങൾ ചിരിച്ചല്ലോ സഹോദരാ. Everybody is watching, brother. You shouldn't. It's good not to do that. എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും സഹോദര അങ്ങനെ ചെയ്യരുതേ. No, he said it very politely, very carefully, so that I shouldn't get hurt. എനിക്ക് മുറിവേൽക്കാതെ ഇരിക്കേണ്ടതിന് താൻ വളരെ സൗമ്യതയോടെ താഴ്മയോടെയാണ് അത് പറഞ്ഞത്. Even though he said it politely, my God, that serpent inside, immediately that ego showed its head. എന്നാൽ താൻ വളരെ സൗമ്യതയോടെ അത് പറഞ്ഞെങ്കിൽ തന്നെയും എൻ്റെ ഉള്ളിലുള്ള ആ സർപ്പം, എൻ്റെ ഈഗോ ഉടനെ അതിന്റെ തല പൊക്കുവാനിടയായി. Immediately that started showing, who is this man? I am a servant of God. He is a believer. Who is he to come and tell me? പെട്ടെന്ന് എൻ്റെ ഉള്ളിലുള്ള ഈഗോ ഉണർന്നിട്ട് ഞാനൊരു ശുശ്രൂഷകനാണ്, ഇദ്ദേഹം ഒരു വിശ്വാസിയാണല്ലോ, എന്നോടിത് പറയുവാൻ ഇദ്ദേഹം ആരാണ്? Before I could deflate that balloon, it took some time. ബലൂൺ അത് ചുരുക്കി കൊണ്ടുവരുവാൻ എനിക്ക് കുറച്ച് സമയമെടുത്തു. So that's how our ego works. അങ്ങനെയാണ് നമ്മുടെ ഈഗോ പ്രവർത്തിക്കുന്നത്. But if we humble ourselves, we will accept correction from others. നാം നമ്മെ തന്നെ താഴ്ത്തുമ്പോൾ മറ്റുള്ളവരിൽ നിന്നുള്ള തിരുത്തലുകൾ നാം സ്വീകരിക്കും. David was a prophet. ദാവീദ് ഒരു പ്രവാചകനായിരുന്നു. He foresaw so many things. താൻ പല കാര്യങ്ങൾ താൻ മുൻകൂട്ടി കാണുകയുണ്ടായി. He had an eyesight which not
normal people did not have. സാധാരണ മനുഷ്യർക്ക് ഇല്ലാതിരുന്ന ഒരു ദീർഘദൃഷ്ടി തനിക്കുണ്ടായിരുന്നു. There was a time he didn't notice his own sin. എന്നാൽ തന്റെ സ്വന്തം പാപം താൻ മനസ്സിലാക്കാതിരുന്ന ഒരു സമയം വന്നു. And God sent another prophet, Nathan, to David the prophet. ദാവീദ് എന്നുള്ള പ്രവാചകന്റെ അടുക്കലേക്ക് നാഥാൻ എന്ന പേരുള്ള മറ്റൊരു പ്രവാചകനെ ദൈവം അയക്കുകയാണ്. And Nathan pointed a finger to King David, who was also a prophet, and said, "Thou art the man who made that mistake." നാഥാൻ പ്രവാചകൻ ദാവീദ് രാജാവിന്റെ നേരെ, ഒരു പ്രവാചകൻ കൂടിയായ ദാവീദ് രാജാവിന്റെ നേരെ തന്റെ കൈവിരൽ ചൂണ്ടിയിട്ട് പറയുകയാണ്, നീയാണ് ആ മനുഷ്യൻ. Immediately David humbled himself. പെട്ടെന്ന് ദാവീദ് തന്നെത്താൻ താഴ്ത്തി. If we want to be overcomers, നിങ്ങൾക്കും ജയാളികളാകണമെങ്കിൽ, when we commit sins and mistakes and when it goes unnoticed or neglected, നമ്മൾ തെറ്റുകളും പാപങ്ങളും ചെയ്ത് അത് ആരും കാണാതെ പോകുമ്പോൾ, many times we won't the sins won't go unnoticed, but sin has a way of making itself seem small. പാപം പലപ്പോഴും കാണാതെ പോകുകയില്ല, എന്നാൽ പാപത്തിനൊരു പ്രത്യേകതയുണ്ട്, അത് വളരെ ചെറുതായിട്ട് തോന്നി. So when we do that, it will try to justify, everybody is doing that. നാം അത് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ തോന്നും, എല്ലാവരും അത് ചെയ്യുന്നല്ലോ, കുഴപ്പമില്ല എന്ന്. Or it will say, well, by and by it will be all right. അല്ലെങ്കിൽ അത് പറയും, കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോൾ എല്ലാം ശരിയായിക്കോളും. Or it will say, it's not a big thing, don't think too much, don't make it a big issue. അല്ലെങ്കിൽ അത് പറയും, ഇതൊരു വലിയ കാര്യമൊന്നുമല്ല, ഇതത്ര വലിയ കാര്യമാക്കി ഒരു വിഷയമാക്കൊന്നും വേണ്ട. Be careful. So in such situations, God will send others to convict us. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മെ ബോധ്യം വരുത്തേണ്ടതിന് ദൈവം മറ്റു മനുഷ്യരെ അയക്കും. At that time, if you want to be that man-child group, you have to accept it with humility. ആ സമയത്ത് നിങ്ങൾക്ക് ആൺകുട്ടിയുടെ കൂട്ടത്തിൽ വരണമെങ്കിൽ നിങ്ങൾ താഴ്മയോടെ അത് സ്വീകരിച്ചേ മതിയാകൂ. So God, if you ask God, God will give you that humility to accept correction. തിരുത്തലുകൾ സ്വീകരിക്കുവാനുള്ള ആ താഴ്മ നിങ്ങൾ ദൈവത്തോട് ചോദിച്ചാൽ ദൈവം നിങ്ങൾക്ക് നൽകും. Blessed is the man whom the Lord corrected. ദൈവം ശിക്ഷിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. If God comes directly and corrects us, we'll all listen. ദൈവം നേരിട്ട് ഇറങ്ങി വന്ന് നമ്മെ തിരുത്തുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും തീർച്ചയായിട്ടും അത് സ്വീകരിക്കും. He doesn't do that. He sends somebody. That's the problem. ദൈവം അങ്ങനെ ചെയ്യുന്നില്ല, ആരെങ്കിലും പറഞ്ഞു വിടുകയുള്ളൂ, അതാ കുഴപ്പം. That brother came and told me so kindly, I couldn't accept it. But some people don't say it kindly. How will we accept it? അത്ര സൗമ്യതയോടെ ആ സഹോദരൻ വന്ന് എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് സ്വീകരിക്കുവാൻ കഴിഞ്ഞില്ല. സൗമ്യത ഇല്ലാതെ ചിലർ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എങ്ങനെ സ്വീകരിക്കും? So immediately we'll go back and say, who are you? പെട്ടെന്ന് നമ്മൾ തിരിച്ചു ചോദിക്കും, നീ ആരാണ്? You're very holy, is it? നീ അത്ര വലിയ വിശുദ്ധനാണോ? I saw you that day, what you did. കഴിഞ്ഞ ദിവസം നീ എന്താ ചെയ്തതെന്ന് ഞാൻ കണ്ടു. Don't come and teach me, you mind your business. എന്നെ വന്ന് പഠിപ്പിക്കൊന്നും വേണ്ട, നിന്റെ കാര്യം നോക്കിയാ മതി. Well, we will shut that brother's mouth, he'll go, but we won't be man-child. നാം അദ്ദേഹത്തിന്റെ വായ അടപ്പിച്ച് തന്നെ പറഞ്ഞു വിടും, പക്ഷേ നാം ആൺകുട്ടിയായി തീരുകയില്ല. So we must humble ourselves. അതുകൊണ്ട് നാം നമ്മെ തന്നെ താഴ്ത്തേണം. Fourthly and lastly, നാലാമതായി അവസാനമായി, you see this woman, when she begets the man-child, she travails in birth. There's a birth pangs taking place. ഈ സ്ത്രീ ആൺകുട്ടിയെ ഗർഭം ധരിച്ചിരിക്കുമ്പോൾ താൻ വേദനപ്പെട്ട് നിലവിളിക്കുന്നതായി കാണുന്നു. So in these last days, ഈ അവസാന നാളുകളിൽ, when the man-child is going to be born, ഈ ആൺകുട്ടി ജനിക്കുവാൻ പോകുമ്പോൾ, in these days when Jesus is going to snatch away a group of people who have become like him, ഇന്ന് ഈ നാളുകൾ യേശുവിനെ പോലെ ആയ ഒരു കൂട്ടം ജനത്തെ യേശു തട്ടിയെടുത്തുകൊണ്ട് പോകുമ്പോൾ, the church is going to go through a travailing experience. സഭ ഒരു പ്രസവ വേദനപ്പെടുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുവാൻ പോകുന്നു. Do you have problems in your life? നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടോ? Here's the good news or bad news, I don't know. It's going to get worse. നല്ലതാണോ ചീത്തയാണോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ പറയട്ടെ, അത് കൂടുതൽ മോശമാവുകയുള്ളൂ. That's the traveling experience. അതാണ് പ്രസവ വേദനപ്പെടുന്ന അനുഭവം. The Bible says in the last days Christians are going to be hated by all men. വേദപുസ്തകം പറയുന്നത് അന്ത്യനാളുകളിൽ ക്രിസ്ത്യാനികളെ സകല മനുഷ്യരും പകയ്ക്കും എന്നാണ്. They say all religions are the same. അവർ പറയുന്നത് എല്ലാ മതവും ഒന്ന് തന്നെ. Everybody is saying that. എല്ലാവരും അത് പറയുന്നുണ്ടല്ലോ. But you and I won't say that. എന്നാൽ നിങ്ങളും ഞാനും അത് പറയുകയില്ല. Because Jesus says, I am the way, the truth and the life. എന്തുകൊണ്ടെന്നാൽ യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. And the Bible says that there is no salvation outside of Jesus. വേദപുസ്തകം പറയുന്നത് യേശുവിന് പുറത്ത് രക്ഷയോ ഇല്ല എന്നാണ്. So everybody is going to get against us. അതുകൊണ്ട് എല്ലാവരും നമുക്ക് എതിരാകുവാൻ പോകുന്നു. Jesus himself said they will kill some of you. യേശു
തന്നെ യേശു നേരിട്ട് പറഞ്ഞതാണ്, നിങ്ങളിൽ ചിലരെ അവർ കൊല്ലും. And by killing you, they will think they're doing God a favor. നിങ്ങളെ കൊല്ലുന്നത് കൊണ്ട് അവർ ചിന്തിക്കുന്നത് ദൈവത്തിന് ഒരു യാഗം അർപ്പിക്കുന്നു എന്നാണ്. This church is going to go through a travailing experience. ഈ സഭ അതുകൊണ്ട് ഒരു പ്രസവ വേദനയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുവാൻ പോകുന്നു. So in that travailing, ആ വേദനയിൽ when some of us are going to die, ഒരുപക്ഷെ നമ്മളിൽ ചിലർ മരിച്ചേക്കാം. some of us will be imprisoned. ചിലർ ഒരുപക്ഷെ ജയിലിൽ അടയ്ക്കപ്പെട്ടേക്കാം. Some of us will be tortured. ചിലപ്പോൾ ചിലർ പീഡിപ്പിക്കപ്പെട്ടേക്കാം. Some of us will go through terrible injustice. We lose our jobs. ചിലപ്പോൾ വളരെ കഠിനമായ അനീതിയിലൂടെ ചിലർ കടന്നുപോയി ജോലിയൊക്കെ നഷ്ടപ്പെട്ടേക്കാം. But in that time we should keep our fellowship with God. ആ സമയത്ത് നമുക്ക് ദൈവത്തോടുള്ള നമ്മുടെ കൂട്ടായ്മ സൂക്ഷിക്കണം. Don't deny Christ. യേശുവിനെ തള്ളിപ്പറയരുത്. Secondly, this traveling in birth refers to a special spirit of prayer that we get in the last days. രണ്ടാമതായി ഈ പ്രസവ വേദനയുടെ അനുഭവം എന്നുള്ളത് അവസാന നാളുകളിൽ നമുക്ക് ലഭിക്കുവാൻ പോകുന്ന ഒരു പ്രാർത്ഥനയുടെ പ്രത്യേക ആത്മാവിനെ കാണിക്കുകയാണ്. In the midst of those sufferings of the last times, അവസാന നാളുകളിലെ ആ കഷ്ടങ്ങളുടെ മധ്യേ your prayers and my prayer is going to be very powerful. നിങ്ങളുടെയും എന്റെയും പ്രാർത്ഥന വളരെ ശക്തിയുള്ളതാകുവാൻ പോകുന്നു. When we pray, we won't pray ordinarily like we pray today, just wagging our sense kartave stotram. Not that. It's going to be prayer that shows birth pains. ഇന്ന് നാം പ്രാർത്ഥിക്കുന്നത് പോലെ വെറുതെ തല ഇങ്ങനെ ആട്ടിക്കൊണ്ട് കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയല്ല. അത് ശരിക്കും പ്രസവ വേദനപ്പെടുന്ന വിധത്തിലുള്ള പ്രാർത്ഥനയായിരിക്കും. It's a prayer that's going to be so powerful that it will go to heaven and come back as a result like lightning. ആ പ്രാർത്ഥനയുടെ ശക്തി നിമിത്തം അത് നേരെ സ്വർഗ്ഗത്തിലേക്ക് പോയി ഒരു ഇടിമിന്നൽ പോലെ തിരികെ വരുവാൻ ഇടയാകും. Because we're in the last days, when people rise against us, when demons rise against us, God will rise up for us. നമ്മൾ അവസാന നാളുകളിൽ നമുക്ക് വിരോധമായി മനുഷ്യരും പിശാചുക്കളും എഴുന്നേൽക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽക്കുവാൻ ഇടയാകും. So to find out who is that man-child group, ആ ആൺകുട്ടിയുടെ കൂട്ടത്തിൽപ്പെട്ടവർ ആരാണെന്ന് മനസ്സിലാക്കേണ്ടതിന് we need to go a little behind the screen. നമുക്ക് തിരശ്ശീലയ്ക്ക് പിറകിൽ അല്പം പോകേണ്ടിയിരിക്കുന്നു. Find out if there's anybody who wants to grow in their spiritual life. ആർക്കെങ്കിലും ആത്മീയ ജീവിതത്തിൽ വളരുവാൻ ആഗ്രഹമുള്ളവരുണ്ടോ? If there's anyone here who does not belong to a church, നമ്മുടെ ഈ സഭയിൽ പെടാത്ത ആരെങ്കിലും ഇവിടെയുണ്ടോ? I'm not saying that you all should come to the Pentecostal mission. We are the right people. നിങ്ങൾ എല്ലാവരും ഈ പെന്തക്കോസ്ത് മിഷനിലേക്ക് വരണം, ഞങ്ങൾ മാത്രമാണ് ശരിയായിട്ടുള്ളവരെന്ന് ഞാൻ പറയുന്നില്ല. In Jesus' name we invite all of you here. യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഇവിടേക്ക് സ്വാഗതം ചെയ്യുകയാണ്. We will be happy to have you with us. നിങ്ങൾ ഞങ്ങളോട് കൂടി ആയിരിക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷകരമാണ്. But please learn to go behind the screen and look for a church where there are growing Christians. എന്നാൽ നിങ്ങൾ തിരശ്ശീലയ്ക്ക് പിന്നിൽ പോയി വളർന്നുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനികളുടെ സഭ ഏതാണെന്ന് മനസ്സിലാക്കണം. Is your church speaking about the second coming of Christ? നിങ്ങളുടെ സഭ ക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് പഠിപ്പിക്കുന്നുവോ? Are they teaching you how to get ready to go when Jesus comes? യേശു വരുമ്പോൾ പോകുവാൻ ഒരുങ്ങേണ്ടത് എപ്രകാരമെന്ന് അവർ പഠിപ്പിക്കുന്നുവോ? Do you know it's not enough to be born again to go when Jesus comes? യേശു വരുമ്പോൾ വീണ്ടും ജനിച്ചത് കൊണ്ട് മാത്രം പോകുവാൻ കഴിയുകയില്ല എന്ന് നിങ്ങൾ അറിയുന്നുവോ? Do you know it's not even enough to take water baptism? ജലസ്നാനം എടുത്താലും മതിയാവുകയില്ല എന്ന് നിങ്ങൾ അറിയുന്നുവോ? Do you know even if you receive the Holy Spirit, you can be left behind when Jesus comes? നിങ്ങൾക്കറിയുമോ യേശു വരുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ അഭിഷേകം പ്രാപിച്ചവരാണെങ്കിൽ പോലും കൈവിടപ്പെട്ടേക്കാം. The standard is when he shall appear, we shall be like him. ആ നിലവാരം എന്ന് പറയുന്നത് അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ പോലെ ആകണം. The verse is in 1 John chapter 3 verses 2 and 3. ആ വാക്യം 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലാണ്. 2 and 3. 2-3 വാക്യങ്ങൾ. So he that hath this hope about the coming of Jesus will purify himself even as Jesus is pure. കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് ഈ പ്രത്യാശയുള്ളവൻ അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ താൻ നിർമ്മലീകരിക്കുന്നു. St. Paul was born again. വിശുദ്ധ പൗലോസ് വീണ്ടും ജനിച്ചവനായിരുന്നു. St. Paul took baptism. താൻ ജലസ്നാനം സ്വീകരിച്ചിരുന്നു. St. Paul received the Holy Spirit. വിശുദ്ധ പൗലോസ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരുന്നു. St. Paul
was a servant of God. വിശുദ്ധ പൗലോസ് ഒരു കർത്തൃ ശുശ്രൂഷകനായിരുന്നു. He was an apostle. താൻ ഒരു അപ്പോസ്തലനായിരുന്നു. But when he writes the scriptures, he says, by any means I should attain to the resurrection of the dead. ഇന്ന് താൻ സുവിശേഷം താൻ ഈ ലേഖനങ്ങൾ എഴുതുമ്പോൾ താൻ പറയുന്നത് ഈ എപ്രകാരമെങ്കിലും വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. He said, forgetting those things which are behind, I press towards the mark. പിമ്പിലുള്ളത് മറന്നുകൊണ്ട് മുമ്പിലുള്ളതിലേക്ക് ആഞ്ഞുകൊണ്ട് ഓടുന്നു. Why all that? Why that struggle? എന്തുകൊണ്ടാണ് താൻ ഇത്ര കഷ്ടപ്പെടുന്നത്? Because as a servant of God, as an apostle, there were things that he had to still attain. ഒരു കർത്തൃ ശുശ്രൂഷകൻ എന്ന നിലയിൽ, ഒരു അപ്പോസ്തലൻ എന്ന നിലയിൽ താൻ പ്രാപിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. Christian brother, sister, do not be satisfied with your current spiritual state. പ്രിയ ക്രിസ്തീയ സഹോദര സഹോദരി, ഇന്നത്തെ നിങ്ങളുടെ ആത്മീക നിലവാരം കൊണ്ട് നിങ്ങൾ തൃപ്തി അടഞ്ഞിരിക്കരുത്. We all need that painful praying experience. നമുക്ക് എല്ലാവർക്കും വേദനയോട് കൂടി പ്രാർത്ഥിക്കുന്നതായ ഒരു അനുഭവം ഉണ്ടാകണം. We all need that Gethsemane experience where when Jesus prayed, he didn't just pray, blood came out of his body. നമുക്ക് എല്ലാവർക്കും ഗെത്സമനയിൽ യേശു പ്രാർത്ഥിച്ചതുപോലെയുള്ള അനുഭവം ഉണ്ടാകണം. അവിടെ അവൻ പ്രാർത്ഥിച്ചപ്പോൾ വെറുതെ പ്രാർത്ഥിക്കുകയായിരുന്നില്ല, അവന്റെ രക്തം വിയർപ്പ് പോലെ വെളിയിൽ വന്നു. For Jesus to have his final victory, to crush Satan under his feet, if Jesus had to pray like that, how much more we should pray. യേശുവിനെ തന്റെ അവസാന ജയം നേടേണ്ടതിന്, പിശാചിന്റെ തലയെ അവന്റെ കാൽ കീഴെ ചതക്കേണ്ടതിന് അപ്രകാരം പ്രാർത്ഥിക്കേണ്ടിയിരുന്നുവെങ്കിൽ നാം എത്രയധികം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. For us to take our final victory, നമ്മുടെ അവസാന ജയം നാം നേടേണ്ടതിന്, for God to bring Satan under our feet shortly, വേഗത്തിൽ പിശാചിനെ നമ്മുടെ കാൽ കീഴെ ദൈവം ചതച്ചു കളയേണ്ടതിന്, we also need that Gethsemane experience. നമുക്കെല്ലാവർക്കും ആ ഗെത്സമനയുടെ അനുഭവം ഉണ്ടാകണം. Just one more point before we close. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു പോയിന്റ് കൂടി പറയട്ടെ. Just look at that scene in Revelation 12. വെളിപ്പാട് പുസ്തകം 12-ലുള്ള ആ ചിത്രത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കുക. A pregnant woman, ഒരു ഗർഭിണിയായ സ്ത്രീ, on the other side a 7-headed dragon. അതിന്റെ മറുഭാഗത്ത് 7 തലയുള്ള ഒരു മഹാസർപ്പം. As soon as the child is born, ആൺകുട്ടി ജനിച്ച ഉടനെ that dragon is going to swallow the child. മഹാസർപ്പം അതിനെ വിഴുങ്ങുവാൻ വരുന്നു. Is there any comparison? അതിനെന്തെങ്കിലും ഒരു താരതമ്യമുണ്ടോ? The child and a dragon. ഒരു ചെറിയ ആൺകുട്ടിയും ഒരു മഹാസർപ്പവും. Look at this, comparing speed with speed. The dragon is much faster than the child. നാം അതിന്റെ സ്പീഡ് താരതമ്യം ചെയ്താല് ഈ കുട്ടിയുടെ സ്പീഡുമായി അല്ലെങ്കിൽ അതിനേക്കാൾ എത്രയോ അധികം സ്പീഡ് ഈ മഹാസർപ്പത്തിനുണ്ട്. Compare wisdom with wisdom. This serpent is far more cunning than this child. നാം ജ്ഞാനം കൊണ്ട് നോക്കിയാല് മഹാസർപ്പം ഈ കുട്ടിയേക്കാൾ എത്രയോ ബുദ്ധിശാലിയാണ്. Comparing strength with strength, this serpent is so much more powerful than this child. നാം ബലം താരതമ്യം ചെയ്താലും ഈ മഹാസർപ്പത്തിന് ആ കുട്ടിയേക്കാൾ എത്രയോ ബലമുണ്ട്. So there is no competition itself. This serpent is much stronger than this child. ഒരു മത്സരത്തിന്റെയും കാര്യമില്ല. മഹാസർപ്പം ഈ കുട്ടിയേക്കാൾ പല മടങ്ങ് ബലശാലിയാണ്. But what does the Bible say? എന്നാൽ വേദപുസ്തകം എന്ത് പറയുന്നു? And this woman brought forth a man child. ഈ സ്ത്രീ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. And her child was caught up unto God and to his throne. ആ ആൺകുട്ടി ദൈവത്തിങ്കിലേക്കും ദൈവസിംഹാസനത്തിലേക്കും എടുക്കപ്പെട്ടു. Hallelujah. Hallelujah. How did that happen? എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? How did that weak child, how did that unwise child, that innocent child go? എങ്ങനെയാണ് ബുദ്ധിയില്ലാത്ത ആ ബലമില്ലാത്ത നിഷ്കളങ്കമായ ചൈൽഡ് ആ കുട്ടി എടുക്കപ്പെട്ടത്? There was someone with that child who was faster and wiser and stronger than that serpent. എന്നാ ആ കുട്ടിയോടുകൂടി ഈ മഹാസർപ്പത്തേക്കാൾ വേഗതയും ബലവും ജ്ഞാനവുമുള്ള മറ്റാരോ ഉണ്ടായിരുന്നു. That Jesus is with us. ആ യേശു നമ്മോട് കൂടെ ഉണ്ട്. And if you put your trust in that Jesus, he will bring you into that man child group. നിങ്ങളുടെ ആശ്രയം ആ യേശുവിൽ വയ്ക്കുന്നുവെങ്കിൽ നിങ്ങളെയും അവൻ ആൺകുട്ടിയുടെ കൂട്ടത്തിലേക്ക് കൊണ്ടുവരും. Him that cometh to me I will
in no wise cast out. എന്റെ അടുക്കലേക്ക് വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. He is able to save everyone who comes to him to the uttermost. അവനിലേക്ക് വരുന്ന ഓരോരുത്തരെയും അവസാനം വരെ അന്ത്യത്തോളം സൂക്ഷിപ്പാൻ അവൻ ശക്തനാണ്. He is able to keep that which we have committed unto him against that day. നാം അവന്റെ പക്കൽ ഫലമേൽപ്പിക്കുന്നത് ആ ദിവസം വരെ സൂക്ഷിക്കുവാൻ അവൻ ശക്തനാണ്. He that has begun a good work in you is able to perform it until the day of Jesus Christ. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുയേശുവിന്റെ നാളിലേക്കായി അതിനെ തികയ്ക്കുവാൻ ശക്തൻ തന്നെ. He is able to present you faultless before the throne of his glory with exceeding joy. തന്റെ മഹിമാസനത്തിന്റെ മുമ്പാകെ നിങ്ങളെ കളങ്കമറ്റവരായി ആനന്ദത്തോടെ നിർത്തുവാൻ അവൻ ശക്തിയുള്ളവനാകുന്നു. Shall we close our eyes? നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം.